ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാം ശരിയാകും. നമുക്ക് അടിപൊളി ഒരു കഥ കേട്ടാലോ? ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ സെൻട്രൽ ജയിലിലെ ഒരു മുറിയിൽ തകൃതിയായി ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ബൈജുവും ഗംഗാധരനും. വിധി വന്നു കഴിഞ്ഞാൽ രാജീവിനെ ഇങ്ങോട്ടേക്ക് തന്നെയാവോ ഗംഗേട്ട കൊണ്ടുവരിക? എന്നത്തേക്കാണെന്ന് വല്ലതും പറഞ്ഞു ആവോ? അറിയില്ലടാ, വിധിയൊക്കെ എങ്ങനെയാവുമെന്ന് നമുക്ക് മുന്നേ അറിയാലോ. രാജീവ് ഒരു വക്കീലിനെ പോലും കണ്ടിട്ടില്ല. അവൻ തെറ്റൊക്കെ സമ്മതിച്ചതുമാണ്, ഗംഗാധരൻ പറഞ്ഞു. അവനെങ്ങനെ രണ്ടുപേരെ കൊന്നെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു പഞ്ചപാവമല്ലേ അവൻ. തൻ്റെ സംശയങ്ങൾ ബൈജു പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെങ്ങനെയാടാ? അവനെന്തെങ്കിലും വാ തുറന്നാലല്ലേ നമുക്കറിയാൻ പറ്റൂ. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അവൻ വരുമ്പോൾ പറയുമോ എന്നറിയില്ല. ആരോടെങ്കിലും സംസാരിച്ചാൽ അതൊരു ഇത്തിരി സമാധാനം തരുമെങ്കിൽ അതുമായിക്കോട്ടെ. ഗംഗാധരൻ ബൈജുവിനെ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. 1-2 മണിക്കൂറുകൾക്ക് ശേഷം രാജീവ് ആ തടവറയിലേക്ക് കയറി വന്നു. നല്ല പൊക്കമുള്ള ഇരുനിറവും സാമാന്യം വണ്ണവുമൊക്കെയുള്ള, കണ്ടാൽ ഒരു 40 വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന പ്രകൃതം. 36 എഴുതിയ ഒരു വെളുത്ത കുപ്പായവും പാൻറ്റും ധരിച്ചിരിക്കുന്നു. ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ അയാൾ ഒരു മൂലയിലേക്ക് ഇരുന്നു. പിന്നാലെ വന്ന പോലീസുകാരൻ പറഞ്ഞു, അടുത്ത ഒരാഴ്ച കൂടി നീ ഈ മുറിയിൽ കഴിഞ്ഞാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഒറ്റയ്ക്ക് ഒരു തടവറയിലാക്കും. ശിക്ഷ നടപ്പാക്കും വരെ അവിടെയാണ്. അടുത്ത 30-നാണ് നിന്റെ ദിവസം. അതെല്ലാം നീ കേട്ടല്ലോ അല്ലേ? കേട്ടെന്നുള്ള ഭാവത്തിൽ രാജീവ് തലയാട്ടി. ആരോടും വലിയ ഉപദ്രവത്തിനൊന്നും പോവാത്തതിനാൽ കൂടുതലൊന്നും പറഞ്ഞ് രാജീവിനെ വേദനിപ്പിക്കാൻ ശ്രമിക്കാതെ പോലീസുകാരൻ തിരിച്ചുപോയി. തൻ്റെ നേരെയാണ് ചുറ്റുമിരിക്കുന്നവരുടെ കണ്ണുകളെന്ന് അറിയാവുന്നതുകൊണ്ട് അയാൾ തല പൊക്കാതെ തറയിൽ തന്നെ നോക്കിയിരുന്നു. ഗംഗാധരനും ബൈജുവും മുഖത്തോട് മുഖം നോക്കി ആംഗ്യഭാഷയിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട, കുറച്ചു നേരം രാജീവ് സ്വസ്ഥമായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. മണിക്കൂറുകളോളം രാജീവ് അതേ ഇരിപ്പ് തുടർന്നു. 10 മണിയോടെ എല്ലാവരും ഉറങ്ങിയെങ്കിലും രാജീവിൻ്റെ മനസ്സ് അയാൾക്ക് മുന്നിൽ ക്രൂരത കാണിച്ചുകൊണ്ടേയിരുന്നു, പഴയ കാര്യങ്ങൾ ഓരോന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട്. എപ്പോഴും അയാൾ ഉറങ്ങിയിരുന്നു. എങ്കിലും രാവിലെ ഏറ്റവും ആദ്യം എഴുന്നേറ്റതും രാജീവ് തന്നെയാണ്. അയാൾ ആർത്തിയോടെ ആ പ്രഭാതം നോക്കിക്കണ്ടു. ഇനി എത്ര നാൾ ഇത് കാണാനാവുമെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാമല്ലോ. മരണം നേരിൽ കണ്ടുകൊണ്ടുള്ള ആ നാളുകൾ അനിർവചനീയം തന്നെയാണ്. ഇരുമ്പഴികൾ പിടിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് നോക്കി നിന്നു. പുറമേ കാണുന്ന ആകാശത്തിനും ചെടികൾക്കും ഓരോ പൂക്കൾക്കും വരെ അന്ന് വരെ തോന്നാത്ത ഭംഗി അയാൾക്ക് തോന്നി. 1 മണിക്കൂറോളം അയാൾ പുറത്തേക്ക് അങ്ങനെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും ബൈജുവും ഗംഗാധരനും ഉണർന്നിരുന്നു. രാജീവിനെ ആ നിൽപ്പ് കണ്ടിട്ട് ഗംഗാധരന് തീരെ സഹിച്ചില്ല. അത്രയ്ക്ക് ദയനീയമായിരുന്നു അത്. നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നേ? ഇവിടെ വന്ന് കിടക്കാൻ നോക്ക്. എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റ് നിൽക്കുന്നേ? നീ തീരെ ഉറങ്ങിയില്ലായിരുന്നോ? അതിനുള്ള രാജീവിൻ്റെ മറുപടി ഒരു ചിരി മാത്രമായിരുന്നു. ഗംഗാധരൻ എഴുന്നേറ്റ് രാജീവിൻ്റെ അടുത്തേക്ക് ചെന്നു. രാജീവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം ആരോടെങ്കിലും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടും. ഞാനിനി ആരോട് എന്തു പറഞ്ഞിട്ട് എന്താണ് കാര്യം? ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഞാൻ. കഴുത്തിൽ കയർ മുറുകുന്ന ആ നിമിഷം വരെ എങ്ങനെയെങ്കിലും ജീവിക്കേണ്ട എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. രാജീവിൻ്റെ ആ മറുപടി ഗംഗാധരനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരുപാട് കാലമായി നമ്മളിവിടെ ഒരു മുറിയിൽ കഴിയാൻ തുടങ്ങിയിട്ട്. ഇന്നുവരെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല. നിനക്കെങ്ങനെ 2 പേരെ കൊല്ലാൻ കഴിഞ്ഞു എന്നുവരെ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. നിന്നെ ആരെങ്കിലും ചതിച്ചതാണോ? മറ്റാരെങ്കിലും ചെയ്ത കുറ്റം നീ ഏറ്റെടുത്തതാണോ? ശരം വിട്ട പോലെയുള്ള ഇത്രയും ചോദ്യങ്ങൾക്ക് എന്തു മറുപടി പറയണമെന്നറിയാതെ രാജീവ് നിന്നു. ശരി, സമ്മതിച്ചു. ഞാൻ എൻ്റെ കഥ പറയാം. അതിനിടയ്ക്ക് ഇങ്ങോട്ട് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. പലതും ഞാനിപ്പോൾ മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവയെല്ലാം ഞാൻ കയറിൽ തൂങ്ങുന്ന നിമിഷം വരെ എന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇത്ര താല്പര്യമാണെങ്കിൽ ഞാൻ എല്ലാം പറയാം. രാജീവ് തടവറയുടെ ഒരു മൂലയിലേക്ക് നടന്നു. അവിടെ ഇരുന്ന ശേഷം പറയാൻ തുടങ്ങി. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അച്ഛനൊരു ചെറിയ പലചരക്ക് കടയുണ്ടായിരുന്നു. അത്ര വലിയ കടയൊന്നും ആയിരുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ളതൊക്കെ കിട്ടുമായിരുന്നു. അമ്മ വീട്ടിലെ ജോലികൾ തീർത്ത ശേഷം ഇടയ്ക്ക് അച്ഛനെ സഹായിക്കാനും പോകുമായിരുന്നു. എനിക്കൊരു ചേച്ചിയുമുണ്ട്, പേര് രഞ്ജിനി. ചേച്ചിയും ഞാനും വളരെ നല്ല കൂട്ടായിരുന്നു. ഒരിക്കൽ പോലും ഞങ്ങൾ വഴക്കുണ്ടാക്കിയിരുന്നില്ല. വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സർക്കാർ സ്കൂളിലാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായി. ആരും തന്നെ എനിക്ക് അത്ര മാർക്കൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുള്ളതുകൊണ്ട് പ്രീ ഡിഗ്രി പഠിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. സയൻസൊക്കെ എടുത്തൊരു ഡോക്ടർ ആവണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിന് ഒരുപാട് പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടാവുമല്ലോ. അത്രയും ആ ചെറിയ കടയിൽ നിന്ന് കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ കണക്കെടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ 2 വർഷക്കാലം വളരെ നന്നായി തന്നെ പഠിച്ചു. തുടർന്ന് പഠിക്കണമെങ്കിൽ ടൗണിലൊരു കോളേജിൽ പോകണം. അതിന് നല്ല മാർക്ക് വേണം. അല്ലെങ്കിൽ പിന്നെ പൈസ കൊടുക്കാനുണ്ടാവണം. അതില്ലാത്തതുകൊണ്ട് ഞാൻ നന്നായി പഠിച്ചു.
പഠിപ്പിൽ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകെട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആവശ്യത്തിന് സംസാരിക്കുമെന്നല്ലാതെ ആരുമായും വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒന്നും എനിക്ക് സമയമുണ്ടായിരുന്നില്ല. പലരും അതിനെന്നെ കളിയാക്കാറുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാര്യമാക്കി എടുത്തിട്ടില്ല. എൻ്റെ പരിശ്രമത്തിന് നല്ല ഫലം കിട്ടി. 90% കൂടുതൽ മാർക്ക് നേടി ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി. അന്നുവരെയുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അത്. തൃശ്ശൂരിലെ തന്നെ ഒരു വലിയ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. അതിനിടയ്ക്കാണ് വീട്ടിൽ മറ്റൊരു വിശേഷം വന്നത്, എൻ്റെ ചേച്ചിയുടെ വിവാഹം. ചേച്ചി പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എംബ്രോയിഡറിയും ഒക്കെ പഠിച്ച് ഒരു ജോലിയൊക്കെ നേടിയെടുത്തു. ചേച്ചി ജോലി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടയുള്ളൊരു ചേട്ടനാണ് ചേച്ചിയെ പെണ്ണന്വേഷിച്ചു വന്നത്. കടയിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണത്രേ. ആലോചന വന്നപ്പോൾ ഞങ്ങൾ ചെക്കനെ പറ്റി നന്നായി അന്വേഷിച്ചു. എല്ലാവർക്കും നല്ല അഭിപ്രായം. അതുകൊണ്ട് തന്നെ പിന്നീട് ഒന്നും ആലോചിച്ചില്ല. എൻ്റെ ക്ലാസ് തുടങ്ങാൻ 2 മാസത്തെ സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ 2 മാസക്കാലത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടത്താമെന്ന് എല്ലാവരും തീരുമാനിച്ചു. സ്ത്രീധനമായി ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന് ചെക്കൻ വീട്ടുകാർ പറഞ്ഞതുകൊണ്ട് അധികം താമസമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഹോസ്റ്റലിൽ പോയി നിന്നാൽ പിന്നെ എനിക്ക് അടുത്തൊന്നും ലീവ് കിട്ടില്ലെന്ന് മുന്നേ അറിയുന്നത് കൊണ്ടും കൂടിയാണ് അങ്ങനെ തീരുമാനിച്ചത്. ചേച്ചി വിവാഹം കഴിഞ്ഞ് പോകുന്നതിൻ്റെ വിഷമം ഒരുപാടുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ഞങ്ങൾ ഗംഭീരമായി തന്നെ വിവാഹം നടത്തി. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച തന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ക്ലാസ് തുടങ്ങുമായിരുന്നു. പ്രീ ഡിഗ്രി വരെ വളരെ ഒതുങ്ങിക്കൂടി ജീവിച്ചതുകൊണ്ട് കോളേജ് ലൈഫെങ്കിലും അടിച്ചു പൊളിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. പഠിപ്പ് ഒഴിവാക്കിയുള്ളൊരു കളിയുമില്ലെങ്കിലും മുൻപത്തെ പോലെ ആരോടും കൂട്ടുകൂടാതെയൊക്കെ ഇനിയും മുന്നോട്ട് പോയാൽ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലാതാകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഹോസ്റ്റലിലെത്തിയ ദിവസം തന്നെ എൻ്റെ റൂംമേറ്റും എത്തിയിരുന്നു. കണ്ടാൽ തന്നെ ഒരു കോമഡി നടൻ്റെ മട്ടും ഭാവവും ഒക്കെ ഉള്ളൊരുത്തൻ. ഞാൻ അവനോട് പേര് ചോദിച്ചു. എൻ്റെ പേര് ഗണേശ്, തൻ്റെ പേരെന്താണോ? ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ രാജീവ്. ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ താനൊക്കെ ഉണ്ടല്ലോ കൂട്ടിന്, താനൊന്നുകൊണ്ട് പേടിക്കണ്ടടോ. എന്തു സഹായം വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവനും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നു, കൂടുതൽ പരിചയപ്പെട്ടു. രാവിലെ കോളേജിലേക്ക് ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് പോയത്. ഫോം വാങ്ങാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ദിവസം കോളേജിലേക്ക് കാലെടുത്ത് കുത്തുന്നത് ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. ഗേറ്റിൻ്റെ മുമ്പിൽ തന്നെ ഒരുപാട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും റാഗിങ്ങൊക്കെ ഉണ്ടാവുമോ എന്ന് ഭയന്ന് തന്നെയാണ് ഞങ്ങൾ പോയത്. ചുറ്റുമുള്ളവരെ ഒന്നും നോക്കാതെ ഞങ്ങൾ നേരെ നടന്നു. എന്നെപ്പോലെ തന്നെ ഗണേശനും ഒരുപാട് പേടിയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. നടന്ന് ഞങ്ങൾ ഒരു വാഗമരത്തിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി വരുന്നത്. എടാ, എങ്ങോട്ടാണ് ആരെയും കൂസാതെ കയറിപ്പോണത്? അത് കേട്ടത് ഞങ്ങൾ ഞെട്ടി തിരിഞ്ഞു നോക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ മുഖത്തോട് മുഖം നോക്കി. പേടിച്ച് ഞങ്ങൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ 4-5 പേർ കൂട്ടമായി നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം പ്രായം തോന്നിക്കുന്നവരാണ്. ഇനിയിപ്പോൾ സാറുമാർ വല്ലവരും ആവുമോ? സാറുമാരാണെങ്കിൽ അവരിങ്ങനെ ഒന്നും വിളിക്കുകയും സംസാരിക്കുകയും ഇല്ലല്ലോ. അങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മെല്ലെ നടന്ന് അവരുടെ അടുത്തെത്തി. ഹൃദയമിടിക്കുന്നത് എനിക്ക് കേൾക്കാമെന്നുള്ള പോലെ പേടിച്ചാണ് അവൻ നടക്കുന്നത്. അവർ ഞങ്ങളോട് ചോദിച്ചു, എന്താണ് നിൻ്റെയൊക്കെ പേര്? ഞാൻ രാജീവ്. ഞാൻ ഗണേശ്. പേടിയൊക്കെ ഉള്ളിലൊതുക്കി ഞങ്ങൾ മറുപടി പറഞ്ഞു. ഏത് ഡിപ്പാർട്ട്മെൻ്റാണടാ? ഞങ്ങൾ കണക്കാണ്. ഓഹോ, നിങ്ങൾ കണക്കാണെന്ന് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവന്മാരുടെ അളിഞ്ഞ കോമഡി കേട്ട് ചിരി വരാതെ ഞങ്ങൾ ചിരിച്ചു. അപ്പോൾ പിന്നെ ഉറപ്പാണല്ലോ, എന്തിനാടാ ചിരിക്കുന്നത് എന്നായിരുന്നു അടുത്ത ചോദ്യം. നിങ്ങൾ പാവങ്ങളാണെന്ന് വിചാരിച്ച് വിടാൻ നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട, ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോയാൽ മതി. ഞങ്ങൾ പെട്ടു എന്ന് മനസ്സിലായി. നീ തന്നെ പാടാദ്യം, അവർ ഗണേശിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ കരയുന്ന ഭാവത്തിൽ എന്നെ നോക്കി. ഏത് പാട്ട് പാടാനാ? അതൊക്കെ നിന്റെ ഇഷ്ടം, അവന്മാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പാടി, ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പട വിൽവാവ. അവൻ പാടി തുടങ്ങി. ഇതിലും വലുത് ഇനിയൊന്നും വരാനില്ലെന്നുള്ള പോലെ അവന്മാർ അവനെ നോക്കി. ശരി പൊക്കോ എന്ന് പറഞ്ഞവർ ഞങ്ങളെ പറഞ്ഞയച്ചു. അവനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഉപകാരങ്ങളുണ്ടെന്ന് എനിക്ക് അന്നത്തോടെ മനസ്സിലായി. ഞാൻ അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവിടെ ക്ലാസ് റൂം തിരഞ്ഞു നടന്നു. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെത്തി. 2 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം നേടിയെടുത്ത എൻ്റെ സ്വർഗം. എനിക്കൊരുപാട് സന്തോഷം തോന്നി. ക്ലാസ്സിലെ ഓരോരുത്തരെയും പരിചയപ്പെട്ടു. ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ തൊട്ട് ഒരു പെൺകൊച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്താണാവോ എന്നുള്ള പോലെ ഞാനധികം ശ്രദ്ധ കൊടുക്കാതെ ഇരുന്നു. 1-2 ദിവസം ഇത് ആവർത്തിച്ചപ്പോൾ എന്നോട് കൂടെ ഇരിക്കുന്നവർ പലരും ഇതിനെപ്പറ്റി പറഞ്ഞു. എനിക്കെന്തോ വല്ലാത്ത ചമ്മലൊക്കെ തോന്നി. അപ്പോഴേക്കും എനിക്ക് ക്ലാസ്സിൽ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ പേര് കവിത. രാജീവ് എന്നല്ലേ ഇയാളുടെ പേര്? അതേലോ, ഞാൻ മറുപടി കൊടുത്തു. രാജീവിനെ കണ്ട അന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഞാൻ അവളെ നോക്കി. ആദ്യം കണ്ടപ്പോൾ തന്നെ രാജീവിനോടൊരു പ്രത്യേക താല്പര്യം തോന്നിയിരുന്നു. എന്തും തുറന്നു പറയുന്നൊരു പ്രകൃതമാണ് എനിക്ക്. അതുകൊണ്ട് ഇതൊന്നും മൂടി വയ്ക്കാൻ എനിക്ക് കഴിയില്ല. അതാ ഞാൻ ഇന്ന് തന്നെ പറയാമെന്ന് വിചാരിച്ച്.
അവളത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു പെൺകുട്ടി വന്ന് പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അവളുടെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു പ്രത്യേക താല്പര്യമൊന്നും എനിക്ക് അവളോട് തോന്നിയിരുന്നില്ല. ഞാൻ അവളോടത് പറഞ്ഞു. സോറി കവിത, തൻ്റെ ഈ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ തനിക്ക് തോന്നുന്ന പോലെ ഒരു പ്രത്യേക താല്പര്യമൊന്നും എനിക്ക് തന്നോട് തോന്നിയിട്ടില്ല. ഞാനത് പറഞ്ഞു തീർന്നതും അവളുടെ മുഖം വല്ലാതെ വാടി. അവളിപ്പോൾ കരയുമെന്നായപ്പോൾ ഞാൻ മെല്ലെ അകത്തേക്ക് പോന്നു. പിന്നെ ഞാൻ അവളുടെ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഞങ്ങളുടെ ക്ലാസ്സിലെ മറ്റൊരുത്തിനോട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവനും തിരിച്ച് ഓക്കെ പറഞ്ഞു. ഞാൻ അവളോട് ഓക്കെ പറയാഞ്ഞത് എത്ര നന്നായി എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കി. അപ്പോഴാണ് നമ്മുടെ ഗണേശ് അവൻ്റെ ഒരു കഥ പറയുന്നത്. അവനൊരു പ്രണയമുണ്ടായിരുന്നത്രേ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവൻ്റെ ക്ലാസ്സിലൊരു സുന്ദരി കൊച്ചുമായിട്ടായിരുന്നു. 10ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ പ്രണയമായിരുന്നത്രേ. ഒരുമിച്ചൊരു ക്ലാസ്സിൽ പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പാടൊക്കെ സഹിച്ചാണ് അവർ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് ചേർന്നത്. പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞാണ് അവധിക്കാലത്തിൻ്റെ സമയത്ത് ഇവനൊരു കത്ത് വന്നു. അതിനിങ്ങനെ എഴുതിയിരുന്നത്രേ: പ്രിയപ്പെട്ട ഗണേശന്, വീട്ടുകാരെൻ്റെ വിവാഹം ഉറപ്പിച്ചു. കുറേ തടുക്കാൻ ശ്രമിച്ചെങ്കിലും അവരെന്നെ നിർബന്ധിച്ച് വിവാഹം നടത്താൻ പോവുകയാണ്. ഈ മാസം 25-നാണ് വിവാഹം. നീ അതിനു മുന്നേ വന്നെന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. എന്തായാലും അവൾ ഇങ്ങനെ ഒരു കത്തയച്ചതല്ലേ, അതും തന്നോടുള്ള സ്നേഹക്കൂടുതൽ കാരണം. ഇന്നിപ്പോൾ ഏതാ തീയതി എന്ന് നോക്കി അവൻ ഞെട്ടിപ്പോയി. 26 അവൾ കത്തയച്ചത് 24-ാം തീയതിയും. അവൾ പറ്റിച്ചതാണെന്ന് പറയാനും പറ്റില്ല. അവൾക്ക് വേറെ കല്യാണം കഴിക്കുകയും ചെയ്യാം. അവളുടെ ബുദ്ധിയിൽ അവന് അത്ഭുതം തോന്നി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൻ അവളെ മറന്നു. വേറെ വഴിയൊന്നുമില്ലല്ലോ. അവൾക്കിപ്പോൾ 3 മാസം വിശേഷമുണ്ടത്രേ. പാവം, വലിയ വിഷമത്തിലാണ് ഇതൊക്കെ പറഞ്ഞത്. ഇനി അവൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല എന്ന ശബ്ദമൊക്കെ എടുത്തിട്ടുണ്ട്. പാവം ചെക്കൻ. കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ പഠനത്തിന് ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു വർഷം കടന്നുപോയി. പരീക്ഷ വന്നു. അതിനുശേഷം അവധിക്കാലവും. ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും വീട്ടിലൊന്നും പോകാറുണ്ടായിരുന്നില്ല. 4-5 മാസം കൂടുമ്പോൾ ഒരിക്കൽ പോകും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അവധിക്കാലത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പുതിയ അതിഥി കൂടി എത്തുന്നുണ്ട്. ചേച്ചിക്ക് വിശേഷമുണ്ട്. ഇപ്പോൾ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അടുത്ത മാസം പ്രസവിക്കും. എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. കുറേ നാളിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ദിവസങ്ങളെല്ലാം പെട്ടെന്ന് പോകുമല്ലോ. അങ്ങനെ ചേച്ചിയുടെ പ്രസവത്തിൻ്റെ സമയം അടുത്തു വന്നു. ചേച്ചിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഡോക്ടർ. പക്ഷേ പേടിക്കാനൊന്നുമില്ലെന്നും പറഞ്ഞു. ഒരു ദിവസം രാത്രി ചേച്ചിക്ക് പെട്ടെന്ന് വേദന കൂടി. ഞാനും അച്ഛനും കൂടി കാറ് വിളിച്ച് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ ഒന്ന് പരിശോധിച്ച ശേഷം കുറച്ച് പേപ്പറുകളുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്താണെന്നറിയാതെ ഞങ്ങളൊരു മിനിറ്റ് പേടിച്ചുപോയി. പേടിക്കാനൊന്നുമില്ല, ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും, അതിനുള്ള പേപ്പറുകളാണ് എന്ന് നഴ്സ് പറഞ്ഞു. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഡോക്ടർമാർ പുറത്ത് പറയാതിരിക്കുമോ? അങ്ങനെ കുറേ പേടികളായിരുന്നു അന്ന് രാത്രി മുഴുവനും. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാവിലെ തന്നെ സന്തോഷ വാർത്തയാണ് കേട്ടത്. ചേച്ചി പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. 2 പേരും സുഖമായിരിക്കുന്നു. ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കാത്തിരുന്നത്. അത് കേട്ടതോടെ എല്ലാവർക്കും വളരെ സന്തോഷമായി. എന്തോ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ അനുഭവപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് അവർ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു. ഇളം റോസ് നിറത്തിൽ ചെറിയ മൂക്കും കുഞ്ഞു കണ്ണുകളും ഒക്കെയുള്ള ഒരു കൊച്ചു സുന്ദരി. പ്രസവം കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാൽ 3-4 ദിവസത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും എൻ്റെ ഫസ്റ്റ് ഇയർ പരീക്ഷയുടെ റിസൾട്ട് വന്നിരുന്നു. എനിക്ക് 90% മുകളിൽ മാർക്കുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നെങ്കിലും ഇത്രയൊക്കെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് വീട്ടിൽ മുഴുവനും ആഘോഷമായിരുന്നു. കുഞ്ഞിപ്പെണ്ണും ഞങ്ങളും എല്ലാവരും കൂടി ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെയായിരുന്നു. ഇടയ്ക്കൊക്കെ അളിയനും വന്നിരുന്നു. അങ്ങനെ 2 മാസത്തെ അവധിക്കാലം വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകേണ്ട കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമായിരുന്നു. വിട്ടു നിൽക്കണ്ടേ ഇനിയും കുറേ കാലം? മനസ്സില്ലാ മനസ്സോടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഗണേശ് നേരത്തെ എത്തിയിരുന്നു. എന്നെ കണ്ടതും വലിയ സന്തോഷത്തോടെ അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവൻ്റെ വെക്കേഷൻ കഥകൾ പറയാൻ തുടങ്ങി. അവൻ ഒരുപാട് സ്ഥലത്ത് ടൂറുകളെല്ലാം പോയിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ വെക്കേഷൻ വീട്ടിൽ തന്നെയായിരുന്നു എന്ന്. അവൻ പിന്നെ പുതിയ ത്രില്ലിലാണ്. നാളെ ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ അവരെയൊക്കെ റാഗ് ചെയ്യണം, കരയിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ഇവൻ്റെ റാഗിങ് കാരണം ഇവൻ തന്നെ കരയാതിരുന്നാൽ മതിയെന്നാണ് എനിക്കുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ധൈര്യമൊക്കെ ഞാൻ കുറേ കണ്ടതാണല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഞങ്ങൾ കോളേജിലേക്ക് പുറപ്പെട്ടു. കോളേജിലെ ഗേറ്റിൻ്റെ അവിടെ തന്നെ സീനിയേഴ്സ് എന്ന ഭാവത്തിൽ ഞങ്ങളുടെ കുറേ ക്ലാസ്മേറ്റ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത്? നമ്മൾ കുറച്ച് അനുഭവിച്ചതല്ലേ, മറ്റുള്ളവരെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചത് ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ പുണ്യാളൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയത് മാത്രം മിച്ചം. ഞാൻ എന്തായാലും ക്ലാസ്സിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഗണേശനെയും പിടിച്ചു വിളിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. അപ്പോഴും നമ്മുടെ കവിത അവളുടെ പുതിയ കാമുകൻ്റെ കൂടെ കൈയൊക്കെ പിടിച്ച് നടന്നു വരുന്നു. എന്നെ കണ്ട ഉടനെ അവൾ എന്നോട് ചോദിച്ചു, വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു രാജീവേ? എൻ്റെ വെക്കേഷനൊക്കെ അടിപൊളിയായിരുന്നു, ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ അവൾ പറഞ്ഞു, ഞാനും നല്ലോണം അടിച്ചു പൊളിച്ചു. ആണോ, നന്നായി എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു.
ക്ലാസ്സിൽ പോയിരുന്ന പഴയ പോലെ ഞാൻ പുസ്തകങ്ങളെല്ലാം എടുത്ത് എന്തൊക്കെയാണ് സിലബസ് എന്നൊക്കെ നോക്കി. അങ്ങനെ പതിവ് പോലെ ക്ലാസ്സുകളെല്ലാം തുടങ്ങി. ഉച്ചയായപ്പോൾ ഊണ് കഴിഞ്ഞ് ഞാനും ഗണേശും കൂടി പുറത്ത് വാഗമരത്തിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. വെളുത്തു മെലിഞ്ഞ ശരീരവും നല്ല ഇടതൂർന്ന മുടിയും. മുടിയിലാണെങ്കിൽ തുളസിക്കതിരും ചൂടി, വിടർന്ന കണ്ണുകളും അതിൽ മനോഹരമായ കരിമശിയും ഇട്ട് നെറ്റിയിൽ കറുത്തൊരു പൊട്ടും ഒരു ചന്ദനക്കുറിയും എല്ലാം തൊട്ടൊരു സുന്ദരി പെണ്ണ്. അവളെ കണ്ടയുടനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് എനിക്കൊരു പെൺകുട്ടിയെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അവളെ കണ്ടയുടനെ എൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഇവൾ എൻ്റേതാണ്. ഒരു ശില പോലെ ഞാൻ തരിച്ചു നിന്നുപോയി. എങ്ങനെയാണത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ഗണേശ് എന്നെയും അവളെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു, അയ്യേ, എന്താടാ ആദ്യമായിട്ട് പെണ്ണുങ്ങളെ കാണുന്ന പോലെ നോക്കുന്നേ? ഞാൻ നാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു പെണ്ണിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവൾ എൻ്റെ പെണ്ണാണെന്ന് മനസ്സ് പറയുന്നു. ഓ, മനസ്സ് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. 3-4 വർഷം പ്രേമിച്ചിട്ട് എന്നെ പറ്റിച്ചിട്ട് പോയി ഒരുത്തി അപ്പോഴാണ് മനസ്സ് പറയുന്നു എന്നും പറഞ്ഞ് അവളെ നോക്കി വെള്ളമിറക്കി നിൽക്കുന്നത്. വേണമെങ്കിൽ കഷ്ടപ്പെട്ട് വളയ്ക്കണം. അതിനൊന്നും നിനക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിക്കണ്ട. എനിക്ക് ചെയ്തു തരാൻ സൗകര്യമില്ല. ഈ പെണ്ണുങ്ങളെ ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഗണേശ് പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ ഞാൻ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. ആ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. അവനാ പറഞ്ഞതിൻ്റെ വാശിയിൽ ഞാനും ഒട്ടും വിട്ടുകൊടുത്തില്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറച്ച് ഡയലോഗ് അടിച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ തന്നെ കൂട്ടത്തിലെ 2-3 ചെറുക്കന്മാർ ചേർന്ന് അവളെ അവരുടെ അടുത്തേക്ക് വിളിക്കുന്നത്. എനിക്കെന്തോ അത് കണ്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നു. അവളാണെങ്കിൽ സിംഹക്കൂട്ടത്തിൽ അകപ്പെട്ട മാൻകുഞ്ഞിനെ പോലെ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നതും അവന്മാർ എന്നെ നോക്കി എന്താണ് എന്നുള്ള ഭാവത്തിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാണ് വെറുതെ ഓരോരുത്തരുടെയും ശാപം പിടിച്ചു വാങ്ങുന്നത്? വെറുതെ വിട്ടേക്ക്, പാവമുണ്ട്, കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? ഇത്രയും ഉറക്കെ പറഞ്ഞ ശേഷം അവന്മാരിൽ ഒരുത്തൻ്റെ ചെവിയിൽ പോയി ഞാൻ പറഞ്ഞു, ഈ കൊച്ച് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ കസിനാണെന്നാ തോന്നുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. ഇവളെങ്ങാനും പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ പിന്നെ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും കുറച്ച് ദിവസം. ഞാൻ പെട്ടെന്ന് കിട്ടിയൊരു നമ്പർ ഇട്ടതാണെങ്കിലും അത് ഏൽക്കേണ്ട പോലെ ഏറ്റു. അവന്മാർ പെട്ടെന്ന് തന്നെ അവളെ വിട്ടു. പോകുമ്പോൾ അവൾ എന്നെ നോക്കി നന്ദി സൂചകം പോലെ ഒന്ന് ചിരിച്ചു. ഞാൻ വലിയ ഗമയിൽ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒലിപ്പിച്ചു കാണിച്ച അവന്മാർക്ക് സംശയം ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലിരുന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവനും ആ വാഗമര ചുവട്ടിലായിരുന്നു. ആദ്യ ദർശനത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യാനുരാഗത്തിൻ്റെ വിത്തുകൾ പാകി എൻ്റെ പെണ്ണിൻ്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ. എങ്ങനെയെങ്കിലും അവളുടെ വിവരങ്ങളെല്ലാം അന്വേഷിക്കണം. പേരും വീടും എല്ലാം കണ്ടുപിടിക്കണം. ഏത് ബാച്ചാണെന്നുള്ളത് അറിയാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഇന്നത്തോടെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ആകെ ഗണേശായിട്ടാണ് കൂടുതൽ അടുപ്പമുള്ളത്. അവനാണെങ്കിൽ ഒരു സഹായവും ചെയ്യില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയും അവളെപ്പറ്റി ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. അന്ന് രാത്രി മുഴുവനും എൻ്റെ സ്വപ്നങ്ങളിൽ അവൾ മാത്രമായിരുന്നു. അവളെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്നും ഒന്നും മിണ്ടാമായിരുന്നു എന്നൊക്കെ തോന്നി. നാളെ എന്തായാലും അവളെ പോയി ഒന്ന് പരിചയപ്പെട്ടിട്ട് തന്നെ കാര്യം എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് കുട്ടപ്പനായി കോളേജിലേക്ക് പുറപ്പെട്ടു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. സാധാരണ ഞാനും ഗണേശും കൂടി ഒരുമിച്ചാണ് എന്നും പോവാറുള്ളത്. അന്ന് ഞാൻ നേരത്തെ പോയി. ഞാൻ കോളേജ് ഗേറ്റിൻ്റെ അടുത്ത് തന്നെ അവളെ കാത്തു നിന്നു. എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും അറിയാത്തത് കൊണ്ടാണ് കുറച്ചധികം നേരം അവിടെ വട്ടം തിരിഞ്ഞ് നിൽക്കേണ്ടി വന്നത്. അപ്പോഴാണ് ഒരു മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിയായി അവൾ വരുന്നത് കണ്ടത്. ഇത്രയും നേരം ഞാൻ എന്തിനാണ് അവിടെ നിന്നത് അതുപോലും മറന്ന് ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. അവൾ എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനാകെ വിയർത്ത് തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അവൾ എൻ്റെ അടുത്ത് വന്നു നിന്ന് എന്നോട് ചോദിച്ചു, ചേട്ടൻ ആരെയെങ്കിലും കാത്തു നിൽക്കുവാണോ? ഞാൻ നിന്നെ തന്നെയല്ലേ പെണ്ണെ കാത്തു നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിൽ മാത്രമായി പറഞ്ഞ ശേഷം അവളോട് പറഞ്ഞു, ആ എൻ്റെ കൂട്ടുകാരൻ വരാൻ വൈകിയെന്ന്. അതാണ് ഞാൻ എന്താണാവോ എന്ന് വിചാരിച്ചിവിടെ നോക്കി നിൽക്കുന്നത്. കുട്ടി എന്താ വന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളരെ സൗമ്യമായി ഞാൻ അവളോട് ചോദിച്ചു. ഞാൻ ഏട്ടനോട് നന്ദി പറയാൻ വന്നതാണ്. ഇന്നലെ ഞാൻ ആകെ പേടിച്ചു പോയി. ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ നിന്ന് കരഞ്ഞു പോയേനെ. എനിക്ക് റാഗിങ് എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്, അവൾ പറഞ്ഞു. അയ്യോ, എന്നോട് നന്ദി പറയുകയൊന്നും വേണ്ട. എനിക്ക് അങ്ങനെ ആരെയും വിഷമിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അതാ ഞാൻ അവിടെ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. ഞാൻ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. ഒരുപാട് സന്തോഷമെന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാളുടെ പേരെന്താണെന്നാ പറഞ്ഞ്? അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് രാധിക. ചേട്ടൻ്റെ പേര് രാജീവ് എന്നല്ലേ? ഇന്നലെ അവർ വിളിക്കുന്നത് കേട്ടിരുന്നു, അവൾ പറഞ്ഞു. ആ അതെ, അപ്പോൾ ശരി, ക്ലാസ് തുടങ്ങാറായില്ലേ? ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. ഞാൻ പറഞ്ഞതും കേട്ടും അവൾ തലയാട്ടി തിരിഞ്ഞു നടന്നു. ഞാൻ ക്ലാസ്സിലേക്ക് നടക്കാൻ തുടങ്ങിയതും ദൂരെ നിന്ന് ഗണേശ് ഓടി വരുന്നത് കണ്ടു. മുഖമാകിയ ദേഷ്യം വന്ന പോലെയുണ്ട്. ഞാൻ എന്താണാവോ കാരണമെന്നുള്ളതുപോലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവനോടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ വേഗം തന്നെ അവനോട് ചോദിച്ചു, എന്താടാ, എന്ത് പറ്റി?
ഓടി വന്നതിൻ്റെ കിതപ്പിനിടയിൽ നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, എടാ എവള്? ആകാംക്ഷ അടക്കാനാവാതെ ഞാൻ ചോദിച്ചു. എന്നെ പറ്റിച്ചു പോയവളില്ലേ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ? അവൻ ദേഷ്യം മടക്കിക്കൊണ്ട് പറഞ്ഞു, ഏത്? ആ കല്യാണം കഴിഞ്ഞ പെണ്ണോ? അവൾക്കെന്ത് പറ്റി? ഞാൻ ചോദിച്ചപ്പോഴേക്കും അവന് പിന്നെയും ദേഷ്യം വന്നു. അവൾക്കൊന്നും പറ്റിയില്ല, പറ്റിയതിപ്പോൾ എനിക്കാ. അവളിവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അവളെ കണ്ടപ്പോൾ മുതൽ എനിക്കെൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? നീ അവളുള്ള ഭാഗത്തേക്ക് പോകണ്ട, അവളോട് സംസാരിക്കണ്ട, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നീ എന്താ രാജീവ് ഈ പറയുന്നേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ഞാൻ അവളെ ഒന്ന് മറന്നു തുടങ്ങിയത്? എന്നിട്ടിപ്പോൾ വീണ്ടും മുന്നിൽ വന്നു നിന്നാൽ ഞാൻ എങ്ങനെയാ പെരുമാറേണ്ടത് പറ? അവൾക്ക് ചിലപ്പോൾ വേറെ എവിടെയും അഡ്മിഷൻ കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ നീ ഇവിടെയുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്താ അവളുടെ പേര്? ബീന. ഉള്ള അമർഷം മുഴുവനും ആ പേരിൽ തീർത്തുകൊണ്ട് അവൻ പറഞ്ഞു, ശരി, ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കാം. അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമോ എന്ന് നോക്കാം, ഞാൻ പറഞ്ഞു. എനിക്ക് അവൾ പറയുന്നതൊന്നും കേൾക്കണ്ട. ഇനിയിപ്പോൾ എന്താണേലും കാര്യമില്ലല്ലോ, വാ ക്ലാസ്സിൽ പോകാം. ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലെത്തിയെങ്കിലും എങ്ങനെയെങ്കിലും ബീനയോട് സംസാരിക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അവർക്കിടയിൽ സംസാരിച്ച് തീർത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളുവെങ്കിൽ അത് തീർക്കണം. പഴയ സൗഹൃദമെങ്കിലും വീണ്ടെടുക്കാമല്ലോ എന്ന് ഞാൻ കരുതി. ഉച്ചയ്ക്ക് ഞാനും അവനും കൂടി ക്ലാസ്സിന് പുറത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ രാധിക നടന്നു വരുന്നത് കണ്ടത്. അവളെ കണ്ടതും ഗണേഷ് പറഞ്ഞു, ദേ വരുന്നു ശല്യം പിന്നെയും. എടാ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെന്തിനാണ് എൻ്റെ പെണ്ണിനോട് തീർക്കുന്നത്? അവൾ നിന്നോടെന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഓ, രാധികയായിരുന്നു കൂടെ? അത് ഞാൻ കണ്ടില്ല. അവളുടെ കൂടെയുള്ളതാണ് ബീന. ഞാൻ അവളെയാണ് പറഞ്ഞത്, അവൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ബീനയെ ശ്രദ്ധിക്കുന്നത്. കണ്ടാൽ ഒരു പാവം കുട്ടി. ഞാൻ എന്തായാലും ബീനയോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അവനില്ലാത്തപ്പോഴാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് വൈകുന്നേരം ആവാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് രാധികയെ കാണണമെന്നും പറഞ്ഞ് അവനെ ഒറ്റയ്ക്ക് ഹോസ്റ്റലിലേക്ക് വിട്ടു. രാധികയും ബീനയും ഒരുമിച്ചാണ് വരുന്നത്. ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് ചോദിച്ചു, ബീനയല്ലേ? എനിക്ക് തനിച്ച് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഒന്ന് ഞെട്ടിയ ശേഷം അവൾ പറഞ്ഞു, അതേ ബീനയാണ്. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പേഴ്സണൽ കാര്യമാണ്. കൂട്ടുകാരി ഒപ്പമുള്ളത് പ്രശ്നമില്ലെങ്കിൽ ഞാൻ പറയാം. അവൾക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞങ്ങൾ ബന്ധുക്കളും കൂടിയാണ്. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ബീന പറഞ്ഞു. ദൈവമേ, ഇവർ ബന്ധുക്കളുമാണോ? ഇനിയിപ്പോൾ അവനിവളോട് ദേഷ്യമാവുമല്ലോ. എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിച്ച് ഞാൻ അവളോട് സംസാരിച്ചു. ഞാൻ രാജീവ്, ഗണേഷിൻ്റെ സുഹൃത്താണ്. ഗണേഷ് കഴിഞ്ഞ വർഷം തൻ്റെ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ തന്നെ കണ്ടപ്പോൾ അവന് വല്ലാത്ത ദേഷ്യമൊക്കെയായി. അതൊക്കെ സ്വാഭാവികമാണല്ലോ. അവന് വല്ലാത്ത വിഷമവുമുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കിടയിൽ പഴയ സൗഹൃദമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് വീണ്ടെടുത്ത് തരാൻ ശ്രമിക്കാമെന്ന്. ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു, എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല. ഞാനൊരിക്കലും ഗണേശിനെ മനഃപൂർവ്വം ചതിച്ചിട്ടില്ല. എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. വീട്ടിൽ വിവാഹമുറപ്പിച്ചപ്പോൾ അവനൊരു കത്ത് അയക്കാനെങ്കിലും ഞാൻ ഒരുപാട് ശ്രമിച്ചു. അവസാനം എൻ്റെ ഒരു കസിൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിട്ടു. ഞാൻ കല്യാണത്തിന് 4-5 ദിവസം മുമ്പേ അത് കൊടുത്തിരുന്നു. എന്നാൽ അവളത് പോസ്റ്റ് ചെയ്തത് വളരെ വൈകിയാണ്. എനിക്ക് അവളോട് ആ കത്ത് എന്തിനാണെന്ന് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അവളത് വീട്ടിൽ കാണിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. ചിലപ്പോൾ വിവാഹത്തിനുള്ള ക്ഷണക്കത്താണെന്ന് കരുതി ആയിരിക്കും വലിയ പ്രാധാന്യം കൊടുക്കാഞ്ഞത്. പിന്നെയാണ് എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ അറിഞ്ഞത് അവനാ കത്ത് കിട്ടിയത് വളരെ വൈകിയാണെന്ന്. അപ്പോഴേക്കും ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി കഴിഞ്ഞിരുന്നു. പിന്നെ എല്ലാം എൻ്റെ വിധി എന്ന് കരുതി ഞാൻ ജീവിച്ചു. ഇന്നിവിടെ വെച്ച് അവനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. പക്ഷെ അവനോട് പോയി സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ നിർത്തി. അവളുടെ കണ്ണുനീർ പൊടിഞ്ഞത് എനിക്ക് കാണാമായിരുന്നു. എന്താ അപ്പോൾ കഴിഞ്ഞ വർഷം പഠിക്കാൻ ചേരാഞ്ഞ്? എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചു. കഴിഞ്ഞ വർഷം ഞാനൊരു അമ്മയായി. ഭർത്താവിൻ്റെ വീട് ഈ കോളേജിൻ്റെ അടുത്താണ്. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് അദ്ദേഹം പോകാൻ സമ്മതിച്ചു. മോളെ നോക്കാൻ അമ്മ വീട്ടിലുള്ളത് ഇപ്പോൾ കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതും കൂടി അറിഞ്ഞാൽ അവൻ എന്താവുമോ എന്തോ. എന്തായാലും എല്ലാം അവനോട് പറയണം. തെറ്റിദ്ധാരണയെങ്കിലും മാറ്റാൻ കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അത് കരുതി ഞാൻ അവരോട് യാത്ര പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയി. ഞാൻ ഹോസ്റ്റലിലെത്തിയതും എന്നെയും കാത്തവൻ പഠിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനറിയാമായിരുന്നിരിക്കണം ഞാൻ എന്തിനാ അവിടെ നിന്നുവെന്ന്. അവൻ എന്നോട് ചോദിച്ചു, എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ഇവിടെ എത്തിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ആ പെണ്ണിൻ്റെ പുറകെ പോയതായിരിക്കുമല്ലേ? പെണ്ണിൻ്റെ പുറകെ തന്നെയായിരുന്നു പോയത്, പക്ഷേ രാധികയുടേതല്ല. ഓ, പിന്നെ ഏതാ പുതിയ പെണ്ണ്? അവൻ ചോദിച്ചു. ബീന. ഞാൻ പറഞ്ഞതും അവൻ തിരിഞ്ഞു നടന്നു. നിൽക്ക്, എനിക്ക് കുറച്ച് പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. അവൻ അകത്തേക്ക് പോയി. ഞാൻ പുറകെ പോയി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവസാനം അവൻ കേൾക്കാൻ സമ്മതിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവൻ വല്ലാതെ തകർന്നുപോയി. ഇത്രയും നാൾ അവളെ തെറ്റിദ്ധരിച്ചതിനുള്ള വിഷമമാവാം അവനൊന്നും കുറച്ചു നേരത്തേക്ക് മിണ്ടിയില്ല. അവളിപ്പോൾ ഒരു അമ്മ കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞാൻ ഏറ്റെടുത്ത ദൗത്യം ഏകദേശം വിജയിച്ചതുപോലെയുണ്ട്.
അവൻ്റെ മനസ്സിൽ അവളോടുള്ള വൈരാഗ്യവും ദേഷ്യവും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നാളെ ചിലപ്പോൾ അവളോട് സംസാരിച്ചേക്കാം. എനിക്ക് സന്തോഷമായി. അവൻ സാധാരണത്തെ ദിവസങ്ങളിലെ പോലെ ഒട്ടും ആക്റ്റീവ് ആവാതെ അന്ന് മുഴുവൻ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ കൂടുതൽ ശല്യം ചെയ്യാൻ പോയില്ല. പിറ്റേ ദിവസം എൻ്റെ കൂടെ നേരത്തെ കോളേജിലേക്ക് അവനും വന്നു. ഞങ്ങൾ അവർ വരുന്നതും കാത്ത് സ്ഥിരം സ്ഥലത്ത് നിന്നു. രാധിക നേരത്തെ തന്നെ വന്നു. എന്നോടൊരു പ്രത്യേക ചിരിയൊക്കെ ചിരിച്ച് അടുത്തേക്ക് വന്നു. ബീന ചേച്ചിയാണോ കാക്കുന്നേ? ചേച്ചി വൈകും വരാൻ. കുഞ്ഞെഴുന്നേറ്റു. പാലൊക്കെ കൊടുത്തിട്ട് വേണം വരാൻ. സാരമില്ല, ഞങ്ങളിവിടെ നിന്നോളാം. ഞാൻ പറഞ്ഞു എന്നാൽ ശരി, പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൾ പോയി. അവൾ പോകുന്നതും നോക്കി ഞാൻ നിന്നു. ഇടയ്ക്കൊരു തവണ അവൾ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായി. ചിലപ്പോൾ അവളെ റാഗിങ്ങിൽ നിന്നും രക്ഷിച്ചതിൻ്റെ നന്ദി മാത്രമായിരിക്കാം കാണിക്കുന്നത്. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അധികം വൈകാതെ അതിലൊരു തീരുമാനമുണ്ടാക്കണമെന്ന് ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് ബീന വന്നത്. എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. എനിക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല, സോറി. മുഖത്ത് വല്ലാത്തൊരു പേടി ഒളിപ്പിച്ച പോലെ അവൾ പറഞ്ഞു. ഞാൻ അവനെ നോക്കി. സാരമില്ല, കാര്യങ്ങളൊക്കെ രാജീവ് പറഞ്ഞ് എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ എപ്പോഴും സംസാരിക്കാനും താല്പര്യമില്ല. നീ സുഖമായിട്ടിരിക്കുന്നോ? അവൻ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ മിണ്ടിയല്ലോ, അത് മതി. എന്നോട് ദേഷ്യമില്ലല്ലോ, അത് കേട്ടാ മതി, അവൾ പറഞ്ഞു. എന്നാ ശരി, പൊക്കോ എന്ന് പറഞ്ഞവൻ തിരിഞ്ഞു നടന്നു. ഞാനും അവൻ്റെ ഒപ്പം പോന്നു. എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ അവളോട് സംസാരിച്ചപ്പോൾ. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവൻ ഭംഗി വാക്കുകൾ കൊണ്ട് എന്നെ മൂടി. ഞാൻ പറഞ്ഞു, നീ സമാധാനമായിട്ട് ഇരുന്നാൽ മതി, അതേ എനിക്ക് വേണ്ടു. അവൻ ചിരിച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. ഒരു സഹോദരനെ കിട്ടിയ പോലെ തോന്നി. അവൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ശരിയാക്കിയതുപോലെ ഇനി എൻ്റെ കാര്യവും എങ്ങനെയെങ്കിലും രാധികയോട് പറയണമെന്നും അവൾക്ക് എന്താ പറയാനുള്ളതെന്നും അറിയണമെന്നും വല്ലാത്തൊരാശ തോന്നി. ഇനിയെങ്ങാനും അവൾ എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമോ? ആ ഒരു പേടിയാണ് എന്നെ പിന്നോട്ട് വലിച്ചിരുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും എനിക്ക് അവളോട് ഇഷ്ടമാണെന്ന് പറയണമെന്ന് തോന്നി. ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ അവൾ ക്ലാസ്സിന് പുറത്തു വരുന്നതും കാത്തു നിന്നു. കുറേ നേരം നിന്നിട്ടും അവൾ വരാത്തതെന്നെ നിരാശയിലാഴ്ത്തി. പക്ഷെ എൻ്റെ കാത്തിരിപ്പ് വെറുതെയായില്ല. അവൾ പുറത്തു വന്നു. ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ കൈവീശി കാണിച്ചു. എന്താ അവിടെ നിൽക്കുന്നതെന്നും ആംഗ്യഭാഷയിൽ ചോദിച്ചു. ഞാൻ അവളെ മാടി എൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും എൻ്റെ ഹൃദയം കൂടുതൽ വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. അവൾ അടുത്തു വന്ന് എന്നോട് ചോദിച്ചു, എന്താ ചേട്ടാ, എന്തിനാ വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നുവെങ്കിലും രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങി. ഞാൻ പറയാൻ പോകുന്നത് കേട്ട് രാധിക പേടിക്കുകയൊന്നും ചെയ്യരുത്. കുറേ നാളായി പറയണമെന്ന് വിചാരിച്ചു നടക്കുന്നു. താനത് എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാൻ മടിച്ചത്. ചേട്ടൻ എന്താണേലും ഒന്ന് വേഗം പറ, ഇപ്പോൾ ക്ലാസ് തുടങ്ങും. അവൾക്ക് എന്നേക്കാൾ തിരക്കായിരുന്നു കേൾക്കാൻ. എനിക്ക് രാധികയെ ഇഷ്ടമാണ്. വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ തന്നെ മറുപടി തരണമെന്നില്ല. ആലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ മതി. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നു. എന്നിട്ടൊരു ചോദ്യവും, കഴിഞ്ഞോ? എല്ലാ ആണുങ്ങളെയും പോലെ ചേട്ടനും എന്നെ അങ്ങനെയാണ് കണ്ടതല്ലേ? ചേട്ടനൊരു നല്ല സുഹൃത്തായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേ. ഞാൻ പോവാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. എനിക്കാകെ ഒരു ഇരുട്ടായിരുന്നു പിന്നെ കണ്ണിൽ. ഒന്നും കാണാൻ സാധിച്ചില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ നടന്നു നീങ്ങുന്നത് നോക്കി ഞാൻ അവിടെ നിന്നു. കുറച്ചു ദൂരം നടന്നതിന് ശേഷം അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ചീത്ത പറയാൻ ബാക്കിയുള്ളത് പറയാൻ വന്നതാണെന്ന്. പക്ഷെ അവൾ എന്നെ നോക്കി ചിരിക്കുന്നു. അത്ര മനോഹരമായൊരു പുഞ്ചിരി ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല. എന്നിട്ടെൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ചോദിച്ചു, പേടിച്ചു പോയോ? ഇത്രയും നാൾ ഇത് തുറന്നു പറയാതെ നടന്നതിന് ഇങ്ങനെ ഒരു ചെറിയ ശിക്ഷയെങ്കിലും ഞാൻ തരയണ്ടേ എൻ്റെ ചേട്ടന്? ഇതിപ്പോൾ ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയായി എനിക്ക്. സ്വപ്നമാണോ, എനിക്ക് തോന്നുന്നതാണോ എന്നൊക്കെയായിരുന്നു സംശയങ്ങൾ. ഞാൻ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അവൾ എൻ്റെ കയ്യിൽ പിടിച്ച് ചേട്ടാ എന്ന് വിളിച്ചു. അപ്പോഴാണത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. നീ എന്തിനാ പെണ്ണെ എന്നെ പേടിപ്പിച്ചേ? നീ വല്ലാത്തൊരു നടി തന്നെ. ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ അവളോട് പറഞ്ഞു, ചുമ്മാ എനിക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് ടെൻഷനായി, അതാ ഞാൻ. ഓഹോ, എന്നിട്ടിപ്പോൾ എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്കും ചേട്ടനെ ഇഷ്ടമാണ്. ആദ്യം കണ്ടപ്പോൾ തൊട്ട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു. പിന്നെ എനിക്ക് പേടിയായിരുന്നു, ചേട്ടനത് തിരിച്ചില്ലെങ്കിൽ ഞാൻ നാണം കെടില്ലേ? അതാ ഞാൻ വന്ന് പറയാഞ്ഞത്. എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഞാനാകെ തുള്ളിച്ചാടി. ആദ്യമായി ഇഷ്ടം തോന്നിയ പെണ്ണ് എന്നോട് തിരിച്ചും ഇഷ്ടം പറഞ്ഞില്ലേ? എനിക്കത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ഒരു പിടിയുമില്ല. രാജീവൻ്റെ അപ്പോഴത്തെ മുഖഭാവത്തിൽ നിന്നും ഗംഗാധരേട്ടനും ബൈജുവിനും അത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അത്രയും സന്തോഷത്തോടെ അവരാരും അന്നേ വരെ കണ്ടിട്ടില്ലായിരുന്നു. അന്നു മുതൽ ഞാൻ അവളുടെ രാജീവേട്ടനും അവളെൻ്റെ രാധുവുമായി. ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സില്ലാ മനസ്സോടെ അവളെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ ഓടിച്ചെന്നെൻ്റെ സന്തോഷം ഗണേശനോട് പറഞ്ഞു. എടാ, അവളെന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കെന്താ ചെയ്യേണ്ടതെന്നറിയില്ല സന്തോഷം കൊണ്ട്. ആഹാ, അത് കലക്കിയില്ലോ. ഇത്രയും പെട്ടെന്ന് മറുപടിയും കിട്ടിയോ? ഇനിയിപ്പോൾ നമ്മളെയൊന്നും വേണ്ടി വരില്ലല്ലോ അല്ലേ? അവൻ്റെ സംസാരം എന്തോ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല.
ചിലപ്പോൾ ബീനയുടെ വരവും ഏറ്റുപറച്ചിലും ഒക്കെ ആയപ്പോൾ തകർന്നു പോയി കാണും പാവം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഇനി എൻ്റെ കൂട്ടും കുറയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണല്ലോ പലയിടത്തും കണ്ടുവരുന്നത്. എനിക്ക് പക്ഷേ അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയാണ്. എൻ്റെ ആദ്യത്തെ ആത്മാർത്ഥ സുഹൃത്തല്ലേ അവൻ. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ പ്രണയത്തിൻ്റെ നാളുകളായിരുന്നു. വാഗമരവും ക്യാൻറ്റീനും കോളേജിലെ ഓരോ വരാന്തകളും എല്ലാം അതിന് സാക്ഷികളായി. ഞാനും ഗണേശും തമ്മിൽ അകൽച്ച ഉണ്ടാവാതിരിക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ പ്രണയം കാരണം ഞങ്ങളുടെ സൗഹൃദം നശിക്കാൻ ഇടയാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയം മാത്രമാണ് ഞാനും രാധികയും ഒരുമിച്ച് ചെലവഴിക്കുന്നത്. അവൻ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ ഈ തീരുമാനമെടുത്തത്. സാധാരണ പതിവാണല്ലോ പ്രണയം കാരണം സൗഹൃദം തകരുക എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനൊരു തീരുമാനമെടുത്തു. അവൾക്ക് ചെറിയ പരിഭവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഞാനതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കെ ഞാൻ അവളെ കാണാൻ ഞങ്ങളുടെ സ്ഥിരം സ്ഥലമായ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ നിൽക്കുകയായിരുന്നു. അവൾ അവിടേക്ക് വരാൻ ഒത്തിരി വൈകി. എന്താണാവോ വരാൻ വൈകുന്നതെന്ന് ആലോചിച്ച് നിന്ന് എൻ്റെ മുന്നിലേക്ക് ഒരു മാലാഖയെ പോലെ അവൾ പ്രത്യക്ഷപ്പെട്ടു. കുടയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും പകുതിയും നനഞ്ഞിട്ടാണ് അവളുടെ നിൽപ്പ്. മുഖത്തൂടെയൊക്കെ മഴത്തുള്ളികൾ ചാടി നൃത്തം വയ്ക്കുന്നുണ്ട്. അതവളെ കൂടുതൽ സുന്ദരിയാക്കി. അവളെ തന്നെ നോക്കി നിൽക്കെ അവൾ എന്നോട് ചോദിച്ചു, എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ? എന്നെ എന്താ ആദ്യമായിട്ടാണ് കാണുന്നത്? പെട്ടെന്നൊരു സ്വപ്നത്തിലെന്ന പോലെ ഞാൻ ഞെട്ടി ഉണർന്നു. അവളുടെ കയ്യിൽ എന്തോ അടക്കി പിടിച്ചിരുന്നു. അവൾ നനഞ്ഞിട്ടുണ്ടെങ്കിലും അത് നനയാതിരിക്കാൻ അവൾ എന്തോ കവറിലൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്താടി കയ്യിൽ? ഒരു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു, ഇതെൻ്റെ ഒരു ഡയറിയാണ്. ഞാൻ ഏട്ടനെ കുറിച്ച് എഴുതിയ ചെറിയ കവിതകളൊക്കെയാണിതിൽ. ഇത് ഏട്ടനെ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പകുതി വഴി എത്തിയപ്പോഴാണ് അയ്യോ ഇതെടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ തിരിച്ചുപോയി വീണ്ടും എടുത്തു വന്നു. അതാ വൈകിയേ. ആഹാ, നീ കവിതയൊക്കെ എഴുതുമോ? എന്താ ഇത്രയും നാൾ പറയാഞ്ഞേ? ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു. അത്രയും വലിയ സംഭവമൊന്നുമല്ല, ഞാൻ ചുമ്മാ എഴുതി നോക്കിയതാ. കണ്ടിട്ട് എന്നെ കളിയാക്കരുത്. ഏയ്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ കാണിക്ക് എന്ന് പറഞ്ഞ് ഞാൻ അവളെ എൻ്റെ തൊട്ടടുത്തേക്ക് വലിച്ചു. അവൾ എൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ഒരു നിമിഷം ഞാൻ പരിസരം മറന്നുപോയി. അവളുടെ നനത്ത മുടിയിഴകളിലൂടെ തഴുകി ആ മുഖം എൻ്റെ കൈകളിൽ ഒതുക്കി ഞാൻ ആ ചുണ്ടുകളിൽ ചുംബിച്ചു. അവളും അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്ന് എനിക്ക് ആ കണ്ണുകളിലൂടെ മനസ്സിലായിരുന്നു. ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്ന എന്നുള്ള പോലെ ബൈജുവും ഗംഗേട്ടനും പരസ്പരം നാണത്തോടെ നോക്കി. രാജീവ് ഒരു സ്വപ്നലോകത്തിലെത്തിയ പോലെയാണ് എന്ന് അവർക്ക് തോന്നി. പ്രിയപ്പെട്ട പലതും ഓർത്തെടുക്കുമ്പോൾ പരിസരം മറന്നതാവാമെന്ന് കരുതി അവരവനെ അതിൽ നിന്നും ഉണർത്തിയില്ല. രാജീവ് തുടർന്നു, പെട്ടെന്നൊരു ഇടി വെട്ടിയപ്പോഴാണ് ഞങ്ങൾ പരിസരബോധം വന്നത്. പരസ്പരം കെട്ടിപ്പുണർന്നിരുന്ന കൈകളും മധുരങ്ങളും ഞങ്ങൾ പിടിവിച്ചു. ഒരു നാണത്തോടെ ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഓടി. എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ച് എനിക്ക് നാണം വന്നു. അവൾ കൊണ്ടുവന്ന ഡയറിയും തരാതെ അവൾ ഓടിപ്പോയി. ഞാനും പിന്നാലെ നടന്നു. അന്ന് പിന്നെ ഞാൻ അവളെ കണ്ടില്ല. ചിലപ്പോൾ നാണം കൊണ്ടായിരിക്കും മുന്നിൽ വരാഞ്ഞതെന്ന് ഞാൻ കരുതി. അന്ന് മുഴുവനും ആ സുന്ദര നിമിഷങ്ങൾ മാത്രമായിരുന്നു മനസ്സ് നിറയെ. എൻ്റെ മുഖത്ത് പതിവില്ലാത്ത തിളക്കത്തെക്കുറിച്ച് ഗണേശ് ചോദിച്ചെങ്കിലും അത് പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല. അവൾക്കത് ഇഷ്ടപ്പെടില്ല എന്നെനിക്ക് തോന്നി. എന്നും രാവിലെ എന്നെ കണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അവൾ ക്ലാസ്സിലേക്ക് പോകാറുള്ളൂ. അന്ന് അതുണ്ടായില്ല. എന്താ പറ്റിയതെന്നറിയാതെ എനിക്ക് ടെൻഷനായി. ഞാൻ ഉച്ചയ്ക്ക് അവളുടെ ക്ലാസ്സിലേക്ക് പോയി. അപ്പോഴാണ് അവൾ വന്നിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ട് ബീന എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അവൾക്ക് ഇന്നലെ വൈകുന്നേരമായപ്പോൾ ചെറിയ പനിയുണ്ടായിരുന്നു. ചിലപ്പോൾ അതാവും വരാഞ്ഞേ. അത് കേട്ടതും എനിക്ക് പേടിയായി. അയ്യോ, എന്തേലും കുഴപ്പമുണ്ടോ? പനി വല്ലതും കൂടി കാണുമോ? ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അവളുടെ വീട്ടിൽ അങ്ങനെയാണ്. അമ്മായി ഭയങ്കര ശ്രദ്ധയാണ്, അതാ ഇന്ന് വിടാഞ്ഞ്. അതൊക്കെ കേട്ടെങ്കിലും എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നി. പക്ഷെ അവളെ വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ അവളുടെ വീട്ടിൽ ആരെ എടുക്കുക എന്നൊന്നും അറിയില്ലല്ലോ. വെറുതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് എനിക്ക് തോന്നി. ഒരു ദിവസമല്ലേ, സാരമില്ല. നാളെ അവൾ എങ്ങനെയും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. രാത്രി മുഴുവനും അതോർത്ത് കിടന്നിട്ട് ഉറക്കം കിട്ടിയതേയില്ല. രാവിലെ ഞാൻ ഗണേശനോട് പറഞ്ഞ് അവളുടെ ക്ലാസ്സിൻ്റെ മുന്നിലേക്ക് പോയി അവിടെ കാത്തു നിന്നു. എൻ്റെ കാത്തിരിപ്പിന് ഫലമുണ്ടായി. അവൾ വന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ഞാൻ ഒരു നിമിഷം പേടിച്ചു പോയി. എനിക്കിന്നലെ തീരെ വയ്യായിരുന്നു രാജീവേട്ടാ, ഇന്നും വയ്യ. പക്ഷെ എനിക്ക് ഏട്ടനെ കാണാതെ അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു. അതാ ഇന്ന് വന്നേ. അമ്മ ഇന്നും പോകണ്ടെന്ന് പറഞ്ഞതാ. പക്ഷേ ഒരു പരീക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നതാ. അവൾ പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും ഇന്നലെ ഒരുപാട് വിഷമിച്ചു. പക്ഷെ വയ്യെങ്കിൽ നീ വരണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഇങ്ങനെ വയ്യാതെ കാണാൻ വയ്യ. ഞാൻ വീട്ടിൽ കൊണ്ടാകാം, വാ. അയ്യോ, അതൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമില്ല. വേണേൽ ഉച്ചയ്ക്ക് പോകാം, അല്ലെങ്കിൽ അമ്മ ചീത്ത പറയും. പോകണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വാശി പിടിച്ച് വന്നേ. എന്നാൽ ശരി, ക്ലാസ്സിൽ പോയിരിക്കെ, ഉച്ചയ്ക്ക് കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ക്ലാസ്സിലേക്ക് കയറ്റി വിട്ടു. ഞാൻ ക്ലാസ്സിലിരുന്നെങ്കിലും എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ഗണേശ് പറഞ്ഞു,
നീ ഇങ്ങനെ ഉഴപ്പിയാൽ പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ മാർക്കൊന്നും കിട്ടില്ല. തോറ്റും തുന്നം പാടിയിരുന്നാൽ അവളെ വല്ല ഗൾഫുകാരനും കെട്ടിക്കൊണ്ടുപോകും. പിന്നെ ഇരുന്ന് മുങ്ങിയിട്ടൊരു കാര്യവുമില്ല. അത് കേട്ടപ്പോൾ കുറേയൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നി. ഇനി ഇങ്ങനെയായാൽ പോരാ, പഠിച്ച് പെട്ടെന്ന് ജോലി വാങ്ങണം. ഇപ്പോൾ 2 വർഷം കഴിയാറായി. ഇനിയെങ്കിലും അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നുള്ള ചിന്തകൾ എന്നെ അലട്ടി. ഉച്ചയ്ക്ക് അവളെ നോക്കാൻ പോയപ്പോൾ അവൾ കൂടുതൽ ഉഷാറായിട്ടുണ്ട്. ഇനി വൈകുന്നേരം പോയാൽ മതി വീട്ടിലേക്കെന്നും പറഞ്ഞു. അവളുടെ കൂടെ കുറച്ചു ദൂരം നടക്കാൻ വരുമോ എന്ന് ചോദിച്ച് ചിണുങ്ങിയപ്പോൾ കൈ പിടിച്ച് ഞങ്ങൾ വാഗമരത്തിൻ്റെ ചുവട്ടിലൂടെ നടന്നു. ഞാൻ അവളോട് ചോദിച്ചു, നമുക്ക് കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഇപ്പോൾ തന്നെയോ? ഒരു ഞെട്ടലോടെ അവൾ ചോദിച്ചു. ഇപ്പോൾ അല്ലടി വണ്ടി, 2 വർഷം കൂടെ കഴിഞ്ഞാൽ നിനക്ക് കല്യാണം നോക്കി തുടങ്ങില്ലേ? അപ്പോൾ പിന്നെ എനിക്ക് ജോലിയായില്ലെങ്കിൽ നമ്മൾ പിരിയേണ്ടി വരുമോ? അയ്യോ, എന്താ രാജീവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളുടെ മുഖം മാറി. അങ്ങനെ സംഭവിക്കാതിരിക്കണേൽ എന്നെ കൂടുതൽ സമയം പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സംസാര സമയമൊക്കെ കുറച്ച് നല്ല കുട്ടികളാവണം. എങ്ങനെ വേണേലും ആവാം, എനിക്ക് രാജീവേട്ടനെ കല്യാണം കഴിച്ചാൽ മതി. എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാൻ ഒരു ജോലി വേണം, അത് നേടിയെടുത്താൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. അവളുടെ വീട്ടിൽ എങ്ങനെയും സമ്മതിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള പോലെ അവൾ പറഞ്ഞു. അതെനിക്കും ആത്മവിശ്വാസം കൂട്ടി. കുട്ടിക്കളികൾ ഒഴിവാക്കി ഞാൻ സീരിയസ് ആയി പഠിക്കാൻ തുടങ്ങി. എന്നും ഒരുപാട് നേരം കാണാനും മിണ്ടാനും കിട്ടിയിരുന്നില്ലെങ്കിലും കുറച്ചു നേരം അതിനായി മാത്രം മാറ്റിവെക്കും. ഇന്നത്തെ പോലെ മൊബൈലൊന്നുമില്ലല്ലോ അന്നത്തെ കാലത്ത്. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കടന്നുപോയി. സെക്കൻഡ് ഇയർ പരീക്ഷ കഴിയുന്ന ദിവസം വന്നെത്തി. പരീക്ഷകളെല്ലാം എളുപ്പമായിരുന്നെങ്കിലും ഇനിയുള്ളത് ശരിക്കും പരീക്ഷണമാണ്. 2 മാസക്കാലം പരസ്പരം കാണാതെ ഇരിക്കണം. ഞാൻ പരീക്ഷ കഴിഞ്ഞ് രാധുവിനെ കാത്തു നിന്നു. അവളാണെങ്കിൽ ഏത് നിമിഷവും ഡാം തുറക്കാമെന്നുള്ള പോലെയാണ് വരവ്. എൻ്റെ അടുത്തേക്ക് എത്തിയതും തുടങ്ങി കരയാൻ. ഞാൻ ആദ്യം വിചാരിച്ചു പരീക്ഷ തോൽക്കുമോ എന്നുള്ള പേടിയാണെന്ന്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. എനിക്കറിയില്ല എങ്ങനെ ഇത്ര ദിവസം കാണാതിരിക്കാൻ. ആലോചിച്ചിട്ടാകെ തല പെരുക്കുന്നു രാജീവേട്ട എന്നും പറഞ്ഞ് അവൾ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്തോ ഭാഗ്യത്തിന് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നേൽ അന്നത്തോടെ അവളുടെ വീട്ടുകാർ പഠിപ്പ് നിർത്തിയേനെ. എനിക്കാണെങ്കിൽ എങ്ങനെ സമാധാനിക്കുമെന്നൊരു ഐഡിയയും ഇല്ലായിരുന്നു. പിന്നെ ആകെ 2 മാസമല്ലേ, അതൊക്കെ വേഗം പൊക്കോളുമെന്നൊക്കെ പറഞ്ഞു വിട്ടു. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ കുറേ ദൂരവ്യത്യാസമുള്ളതുകൊണ്ട് ഇടയ്ക്ക് വന്ന് കാണാമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെ അവളെ എങ്ങനെയൊക്കെയോ ബസ് കയറ്റിവിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ബസ് കയറി. കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരിക്കൽ പോലും വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. അതിന് കുറേ പൈസ വേണം, അതായിരുന്നു പ്രധാന കാരണം. ദൂരം കൂടുതലായതുകൊണ്ട് ചെറിയ അവധിക്കൊക്കെ പോയാൽ അവിടെ എത്തുമ്പോഴേക്കും ഇങ്ങോട്ട് പോരാറാവും. ഞാൻ വരുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ചേച്ചി മോളെയും കൊണ്ട് നേരത്തെ വീട്ടിലെത്തിയിരുന്നു. അവളിപ്പോൾ പിച്ച വെച്ച് നടക്കാനൊക്കെ തുടങ്ങി. എന്നെ കണ്ടതും ആദ്യം ഒരൊറ്റ കരച്ചിലായിരുന്നു. പിന്നെ കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞ് കൊഞ്ചിച്ചിട്ടാണ് അവൾ എൻ്റെ കൂടെ കൂടിയത്. പിന്നെ അങ്ങോട്ട് എൻ്റെ കൂടെ തന്നെയായിരുന്നു. ചേച്ചിയോട് എനിക്ക് രാധികയുടെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങാനും ബഹളം വയ്ക്കുമോ എന്നുള്ള പേടി കാരണം ഞാൻ മടിച്ചു. ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, സെക്കൻഡ് ഇയർ ആയിട്ട് നിനക്ക് ലൈലൊന്നും ആയില്ലടാ? ഞാനൊന്നും ഞെട്ടിപ്പോയി. ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടി? ആരെയും പറഞ്ഞറിയാൻ വഴിയൊന്നുമില്ല. ഒന്നുമില്ലാത്ത പോലെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു. അയ്യേ, ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതെന്താ, എനിക്ക് ചോദിക്കാൻ പാടില്ലേ? സാധാരണ കോളേജിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ പതിവില്ലേ? ഒരു പ്രണയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അതുകൊണ്ട് ചോദിച്ചതാണ്, ചേച്ചി ദേഷ്യത്തിൽ പറഞ്ഞു. എന്തായാലും ചോദിച്ചതല്ലേ, പറഞ്ഞേക്കാം എന്ന് ഞാനും കരുതി. ഇനി മറ്റൊരവസരം ഇതുപോലെ വന്നില്ലെങ്കിലോ? എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേച്ചി ആരോടും പറയില്ലെന്ന് ഉറപ്പ് തന്നാൽ പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആരോട് പറയാൻ, നീ എന്താണേലും പറ. ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ആയി കേൾക്കാൻ. ഞാൻ എൻ്റെ കോളേജിലെ ഫസ്റ്റ് ഇയറിലെ ഒരു കുട്ടിയുമായി ഇഷ്ടത്തിലാണ്. പേര് രാധിക. അങ്ങനെ ഞങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതുമെല്ലാം ഞാൻ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു. ഓഹോ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ വലിയ പുണ്യാളനായി സംസാരിച്ചത്. എന്തായാലും അമ്മയോടൊന്നും ഞാൻ പറയുന്നില്ല. നിനക്കൊരു ജോലിയുണ്ടെങ്കിൽ പിന്നെ അവരൊന്നും പറഞ്ഞ് എതിർക്കില്ല. അപ്പോൾ അതിനു വേണ്ടി മിടുക്ക് കാണിക്കുക, ചേച്ചി പറഞ്ഞു. അതുതന്നെയാണ് ഞാനും വിചാരിക്കുന്നതെന്ന് ഞാനും പറഞ്ഞു. അച്ഛനും അമ്മയും ചേച്ചിയും വാവയും എല്ലാവരും കൂടി എൻ്റെ അവധിക്കാലം വളരെ നന്നായിരുന്നു. 2 മാസക്കാലം 2 ആഴ്ച പോലെ പോയി. അതിനിടയിൽ എൻ്റെ റിസൾട്ടും വന്നു. കഷ്ടപ്പെട്ട് പഠിച്ചതിനുള്ള ഗുണമുണ്ടായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി 1 കൊല്ലം കൂടിയേ ഉള്ളൂ. നീ നന്നായി പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾക്ക് ശേഷം ഞാൻ കോളേജിലേക്ക് തിരിച്ചു. പതിവ് പോലെ ഗണേശ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരസ്പരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. യാത്രാക്ഷീണം കാരണം ഞാൻ നേരത്തെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ കോളേജിലേക്ക് പോയി. എനിക്ക് രാധികയെ കാണാൻ തിടുക്കമായിരുന്നു. അവൾ നേരത്തെ വരുമെന്ന് ഞാൻ കരുതി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവൾ വേഗം വന്നു. അവളെ കണ്ടതും എനിക്ക് അത്ഭുതമായി. സാധാരണ എല്ലാവരും വെക്കേഷനൊക്കെ തടിക്കുകയല്ലേ ചെയ്യുക. നീ എന്താ പെണ്ണെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്? എനിക്കാകെ ഒരു രസവും ഉണ്ടായിരുന്നില്ല. വെക്കേഷനൊക്കെ ആകെ ബോറായിരുന്നു. ഒന്നും ചെയ്യാൻ തോന്നിയിരുന്നില്ല. രാജീവേട്ടനെ നന്നായി മിസ് ചെയ്തു. അതായിരിക്കും മെലിഞ്ഞത്. ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നിയില്ല. അത് ശരി, പട്ടിണി സമരമായിരുന്നോ കോളേജ് തുറക്കാൻ? നിനക്കെന്താ ബോധമില്ലേ?
വീട്ടിലുള്ളവരൊക്കെ എന്താ വിചാരിച്ചിട്ടുണ്ടാകുക? ഞാൻ ചോദിച്ചു. ഓ, അവരൊന്നും ചോദിക്കില്ല. എനിക്ക് വീട്ടിലിരുന്ന് മടുത്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ, ഇനി നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കണം. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി. ഫസ്റ്റ് ഇയറിൽ പുതുതായി വന്ന കുട്ടികളെ നോട്ടമിടാനായി മറ്റുള്ളവരുടെ കൂടെ ഗണേശും പോകുന്നുണ്ട്. അവനൊരു ടൈം പാസ് വേണമത്രേ. പിന്നെ ബീനയുടെ മുന്നിലൂടെ കൈ പിടിച്ച് നടന്ന് കൊതിപ്പിക്കാനൊരാഗ്രഹം. എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഒരു പണി കിട്ടിയതുകൊണ്ട് സീരിയസ് പ്രേമത്തിനൊന്നും അവൻ മുതിരില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തേർഡ് ഇയറിൽ പ്രത്യേകിച്ച് ഒരു രസവും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ശ്രദ്ധ മുഴുവനും എൻ്റെ പഠനത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു. അവൾക്കും അതിനൊരു പരാതിയുമില്ലായിരുന്നു. ഇടയ്ക്ക് അവൾക്കൊരു കല്യാണാലോചന വന്നത് ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ചു. അത് പിന്നെ അവൾ പഠിപ്പ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ മുടക്കി. അവസാന പരീക്ഷ അടുക്കാറായപ്പോൾ തന്നെ ഞാൻ പല സ്ഥാപനങ്ങളിലും ജോലിക്ക് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്നതായിരുന്നു എൻ്റെ സ്വപ്നമെങ്കിലും ആദ്യം ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ടേ അങ്ങോട്ട് എത്താനാവൂവെന്ന് എനിക്കറിയാമായിരുന്നു. കോളേജിൻ്റെ അടുത്ത് തന്നെ ജോലി വേണമെന്നുണ്ടായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ പിന്നെ രാധികയെ തീരെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ നാടൊരു ചെറിയ ഗ്രാമമാണ്. അവിടെയൊന്നും ജോലി ചെയ്താൽ ശമ്പളമൊക്കെ വളരെ കുറവായിരിക്കുമെന്ന ചിന്തയും എനിക്കുണ്ടായിരുന്നു. പരീക്ഷകളൊക്കെ കഴിഞ്ഞ് പോവാൻ നേരം ഞാൻ അവളോട് കുറേ നേരം സംസാരിച്ചു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വീട്ടിലെ നമ്പറൊക്കെ കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ ഫോൺ കണക്ഷൻ എടുത്തിരുന്നു. അത് വലിയൊരു ആശ്വാസമായിരുന്നു. അടുത്ത വർഷം ഒരുമിച്ചൊരു കോളേജിലില്ലെങ്കിലും അവിടെ അടുത്ത് തന്നെ ഏതെങ്കിലും ജോലി കിട്ടുമെന്നൊരു പ്രതീക്ഷ കൊടുത്ത് അവളെ ബസ് കയറ്റി വിട്ടു. അവളെ പിരിയുന്നതിലും വിഷമം എനിക്ക് ഗണേശിനെ പിരിയുന്നതിലായിരുന്നു. അവളെ ഇനിയും കാണാമല്ലോ. ഗണേശാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഗൾഫിൽ അവർക്ക് സ്വന്തമായി ബിസിനസ്സൊക്കെ ഉണ്ട്. ഇനി നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് അവനും ഞാനും 3 വർഷത്തെ നല്ല ഓർമ്മകൾ ബാക്കിയാക്കി ആ പടികളിറങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു സമാധാനം തോന്നി. ഇനി സ്വന്തം കാലിൽ നിൽക്കണം, അച്ഛന് റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ തോന്നി. അമ്മയോട് ഞാൻ അവളുടെ കാര്യം പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും ഒന്നും ഒരു എതിർപ്പുമില്ലായിരുന്നു. എൻ്റെ സന്തോഷം മാത്രമായിരുന്നു അവർക്ക് പ്രധാനം. കുറേ ജോലികൾക്ക് ഞാൻ അപേക്ഷ അയച്ചു. അതിൽ നിന്നും കുറച്ച് മറുപടികളും വന്നിരുന്നു. 1-2 സ്ഥലത്ത് ഇൻ്റർവ്യൂവിനും പോയി. അങ്ങനെ എനിക്ക് ജോലിയും കിട്ടി. ആദ്യത്തെ ജോലി ആയതുകൊണ്ട് അത്ര വലിയ ശമ്പളമൊന്നും കിട്ടിയില്ലേലും പിന്നെ സ്ഥാനക്കയറ്റം കിട്ടാൻ സാധ്യതയുള്ളതിനാൽ ഞാനും ഒന്നും നോക്കാതെ ജോലിക്ക് കയറി. അവൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. ജോലി കിട്ടിയപ്പോൾ എന്നേക്കാൾ സന്തോഷം അവൾക്കായിരുന്നു. പുതിയ ജോലിയും ആളുകളുമായി ഞാൻ പെട്ടെന്ന് ഇണങ്ങി. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഓഫീസിൻ്റെ അടുത്ത് തന്നെ കൂടെ ജോലി ചെയ്യുന്നവർ കുറച്ചുപേർ ഒരുമിച്ച് താമസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെയാകുമ്പോൾ വാടക പൈസ ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ജോലിക്ക് കയറി അധികം വൈകാതെ തന്നെ കോളേജ് തുറന്നു. ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഇൻസ്റ്റാൾമെൻറ്റിന് വാങ്ങി. അല്ലെങ്കിൽ രാധികയെ കാണാൻ പോകാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അവളെയും ചേർത്തിരുത്തിയ ടൗണിലൂടെയൊക്കെ കറങ്ങണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം ഞാൻ അവളെ കാണാൻ പോയിക്കൊണ്ടേയിരുന്നു എന്നും. അവൾക്കതൊരു വലിയ സന്തോഷമായിരുന്നു. വിവാഹാലോചനകൾ പലതും വരുന്നുണ്ടെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പഠിപ്പ് കഴിയും വരെ എങ്ങനെയും പിടിച്ചു നിൽക്കാമെന്ന് അവൾ തന്നെ പറഞ്ഞത് എനിക്ക് കുറച്ച് ആശ്വാസമായിരുന്നു. ഞങ്ങളിടയ്ക്ക് പുറത്ത് കറങ്ങാനൊക്കെ പോയി തുടങ്ങി. 1-2 ആഴ്ച കൂടുമ്പോൾ ഭക്ഷണം കഴിക്കാനോ പാർക്കിലൊക്കെ പോകുമായിരുന്നു. ആകെക്കൂടെ സംസാരിക്കാൻ കിട്ടുന്നത് ആ സമയത്താണ്. എൻ്റെ ജോലികൾ ഞാൻ അതിനുവേണ്ടി പെട്ടെന്ന് തീർക്കുമായിരുന്നു. അതുകൊണ്ട് എന്നെ സാർ വഴക്കൊന്നും പറഞ്ഞിരുന്നില്ല. ശമ്പളമൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ പതിയെ മാറി തുടങ്ങി. അങ്ങനെയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഒരു ദിവസം ഞാൻ രാധികയെ കാണാൻ കോളേജിലേക്ക് പോയപ്പോൾ അവിടെ അവളില്ലായിരുന്നു. 1-2 ദിവസം ഇത് തന്നെ തുടർന്നു. ഞാനാകെ ടെൻഷനിലായി. പിറ്റേ ദിവസം ഞാൻ പോയി നോക്കി. പക്ഷെ അവളെ കാണാനായില്ല. എന്നെ കാത്തു നിന്ന പോലെ ബീന എന്നെ കണ്ടതും എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ആ വരവ് കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവൾ അടുത്തെത്തിയതും പറഞ്ഞു, രാധുവിൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിരുന്നു. ആൻറ്റി എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അവളുടെ കൂടെ ഞാനും കൂട്ടുനിന്ന് പ്രേമിക്കാനെന്നൊക്കെ പറഞ്ഞ്. അവളെന്താ വരാത്തതെന്ന് പിന്നെ ഞാൻ ചോദിക്കണ്ടല്ലോ. ബീന അത് പറഞ്ഞതും എൻ്റെ നെഞ്ചിടിക്കുന്നത് വേണമെങ്കിൽ എൻ്റെ ഓഫീസിൽ കേൾക്കുമെന്ന പോലെയായിരുന്നു അവസ്ഥ. ആകെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അവൾക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അല്ലെങ്കിൽ അവൾ എന്നെ അറിയിക്കാതിരിക്കില്ല. ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവളെ എങ്ങനെയും സ്വന്തമാക്കണമെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കുറേ ചിന്തകൾ മനസ്സിലൂടെ ഓടി വന്നു. പക്ഷെ എനിക്ക് തോന്നി മാന്യമായി പോയി പെണ്ണ് ചോദിക്കാം. അതിലും നല്ല ഐഡിയ വേറെയൊന്നുമില്ലല്ലോ. ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. വീട്ടിൽ നിന്നും അച്ഛനെയും വിളിക്കണം. ആ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിലെ ചിന്തകൾ എങ്ങനെയൊക്കെ സഞ്ചരിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അച്ഛനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അച്ഛൻ മറുത്തൊന്നും പറഞ്ഞില്ല, വരാമെന്ന് സമ്മതിച്ചു. എല്ലാം വീട്ടിൽ മുന്നേ പറഞ്ഞത് നന്നായി എന്ന് എനിക്ക് തോന്നി. ഞാൻ വീട്ടിലേക്ക് പോയി അച്ഛനെ കൂട്ടിക്കൊണ്ടുവരുവാണെങ്കിൽ കുറേ സമയം പോകും. അതുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്തോ അവളവിടെ വല്ലാത്തൊരവസ്ഥയിലാണെന്ന ചിന്ത ഭീകരമായി അലട്ടുന്നതിലാവാം എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ചത്. അവളെ കാണാതായപ്പോൾ കൂടുതൽ സീരിയസ് ആയി എടുത്ത് നേരത്തെ അന്വേഷിക്കാത്തതിൻ്റെ കുറ്റബോധവും എന്നെ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു.
അച്ഛൻ വീട്ടിൽ നിന്നും പുറപ്പെട്ട് എൻ്റെ ഓഫീസിലെത്തുന്നതുവരെ എനിക്കൊരു സമാധാനവുമില്ലായിരുന്നു. അപ്പോൾ സമയവും ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ പോകണോ അതോ നാളെ രാവിലെ വരെ കാത്തിട്ട് പോയാൽ പോരെ എന്ന് അച്ഛൻ ചോദിച്ചു. പക്ഷേ എനിക്കെന്തോ രാവിലെ വരെ കാത്തിരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. എൻ്റെ വാശി കാരണം അച്ഛനും അതിന് സമ്മതിക്കേണ്ടി വന്നു. ഞാനും അച്ഛനും കൂടി ഒരു കാറ് വിളിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. വിലാസമെല്ലാം അവൾ നേരത്തെ പറഞ്ഞു തന്നിരുന്നെങ്കിലും ഒരിക്കൽ പോലും അതുവഴി പോയിട്ടില്ലായിരുന്നു. അവൾ തന്ന അഡ്രസ്സ് വെച്ച് പോയപ്പോൾ ഒരു വലിയ കൊട്ടാരം പോലുള്ള വീടിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ചെന്നെത്തിയത്. എനിക്ക് സ്ഥലം മാറിപ്പോയി എന്നാണ് ആദ്യം തോന്നിയത്. എങ്കിലും ഒന്ന് ചോദിച്ചേക്കാമെന്ന് കരുതി ഞാൻ കോളിംഗ് ബെല്ലടിച്ചു. 2 മിനിറ്റ് നിൽക്കേണ്ടി വന്നു അകത്ത് നിന്ന് ആൾ വരാൻ. ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. അവൾ ഫോട്ടോയിൽ കാണിച്ചു തന്നിരുന്നത് കൊണ്ട് അത് അവളുടെ അമ്മയാണെന്ന് എനിക്ക് വേഗം മനസ്സിലായി. ഞാൻ ചോദിച്ചു, രാധികയുടെ വീടല്ലേ? എന്തോ മനസ്സിലായ പോലെ ഗൗരവത്തിൽ അവർ പറഞ്ഞു, അതെ, ആരാ? ഞാൻ സർവ്വധൈര്യവും സംഭരിച്ചു പറഞ്ഞു, ഞാൻ രാജീവ്, രാധികയുടെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഓ, ഇപ്പോൾ മനസ്സിലായി, ഒരു പുച്ഛഭാവത്തിൽ അവർ പറഞ്ഞു. ഇതൊരു നടക്കി പോണ ലക്ഷണമില്ലെന്ന് എനിക്ക് അപ്പോഴേ ഉറപ്പായി. അച്ഛനെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ വന്ന കാര്യം ഒരിക്കലും നടക്കാൻ പോണില്ല. ഇനിയിപ്പോൾ അച്ഛൻ്റെ വായിൽ നിന്ന് കേൾക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ കയറിയിരുന്നു. അവരതും പറഞ്ഞ് അകത്തേക്ക് ചൂണ്ടി. ഞങ്ങൾ കയറിയിരിക്കാൻ പോവുകയാണെന്ന് ഉറപ്പായപ്പോൾ അവർ അവളുടെ അച്ഛനെ വിളിക്കാൻ അകത്തേക്ക് പോയി. ഞാൻ ചുറ്റും നോക്കി. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു. രാധുവിൻ്റെ ചെറുപ്പം തൊട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ ചില്ലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം നോക്കിയിരിക്കുമ്പോഴേക്കും അവളുടെ അച്ഛൻ വന്നു. അച്ഛനെ കണ്ടതും ഞാൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തും പുച്ഛം മാത്രമായിരുന്നു ഭാവം. ഞാൻ അമ്മയോട് പറഞ്ഞതെല്ലാം വീണ്ടും ആവർത്തിച്ചു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നെല്ലാം അന്വേഷിച്ചപ്പോൾ അറിയാതെ ഞാൻ സന്തോഷിച്ചു. പക്ഷെ അവൾ പറഞ്ഞ പോലെ അല്ലായിരുന്നു അവരുടെ വീട്ടുകാർ. എന്നെയും എൻ്റെ കുടുംബത്തെയും അദ്ദേഹം വല്ലാതെ അപമാനിച്ചു. അവളുടെ പണവും പത്രാസും കണ്ടിട്ടാണ് ഞാൻ അവളുടെ പുറകെ കൂടിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തല തിരിയുന്ന പോലെ തോന്നി. അവളെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്നെനിക്ക് ഉറപ്പായി. മുകളിൽ നിന്നും കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. രാധികയെ ഒരു മുറിയിൽ പൂട്ടിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ് അവൾ കരയുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അവസാനമായി അവളെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കാതിരിക്കില്ല. നിങ്ങളുടെ അന്തസ്സിന് ചേർന്ന ഒരാളെ തന്നെ അവൾ വിവാഹം കഴിക്കട്ടെ. എനിക്ക് മറ്റൊരു വഴിയുമില്ലായിരുന്നു അവളെ ഒന്ന് കാണാൻ. അവർ ഞാൻ പറഞ്ഞതനുസരിച്ച് അവളെ വിളിച്ചു. അവൾ വരുന്നതും നോക്കി ഞാൻ മുകളിലേക്ക് നോക്കി നിന്നു. അവളെ കണ്ടതും എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആകെ ക്ഷീണിച്ച് കണ്ണുകളുടെ ചുറ്റും വലിയ കറുത്ത 2 പാടുകൾ. നല്ല അടിയും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കവിളെല്ലാം ചുവന്നിരിക്കുന്നു. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിച്ചൊരുവളെ ഞാൻ എങ്ങനെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്? എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. പക്ഷെ ഇപ്പോൾ ധൈര്യം കാണിച്ചില്ലെങ്കിൽ അവളെ നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ കുറച്ചധികം അകലത്തിൽ അവൾ വന്നു നിന്നു. അവളെ പിടിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു കൂടെ. എന്നെ കണ്ടതും അവൾ കരയാൻ തുടങ്ങിയിരുന്നു. അവളെ ബലമായി തടഞ്ഞു വച്ചിരിക്കുന്ന കൈ തട്ടിമാറ്റാൻ തീവ്രമായി ശ്രമിക്കുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ തൊട്ട് തൊണ്ടക്കുഴിയിൽ കുടുങ്ങിയ ചോദ്യം ഞാൻ കഷ്ടപ്പെട്ട് പുറത്തുവിട്ടു. നിന്നെ എനിക്ക് വിവാഹം ചെയ്ത് തരുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ ഇവരാരും ഒരിക്കലും അതിന് സമ്മതിക്കില്ല. ഞാൻ തിരിച്ചു പോവുകയാണ്. നീ വരുമോ ഞാൻ വിളിച്ചാൽ? എൻ്റെ ആ ചോദ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു അവൾ കാത്തിരുന്നതെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അവളുടെ കണ്ണുകൾ കുഞ്ഞു നക്ഷത്രങ്ങൾ പോൽ തിളങ്ങി. അതുവരെ വാടി നിന്നിരുന്ന അവളുടെ മുഖം ഒരു പനിനീർ പൂ പോലെ വിടർന്നു. അത്ര നേരം അവൾ ശ്രമിച്ചിട്ടും വിടുവിക്കാനാവാത്ത കൈകൾ അവൾ ക്ഷണനേരം കൊണ്ട് വിടുവിച്ച് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവളുടെ അച്ഛൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ചെയ്തത് തെറ്റാണ്. പക്ഷെ എനിക്ക് മറ്റൊരു വഴിയുമില്ലായിരുന്നു. അവൾ എന്നെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു. അവരെല്ലാവരും പറിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും അവൾ തോറ്റുകൊടുത്തില്ല. അവളുടെ മാതാപിതാക്കളുടെ ശാപവാക്കുകൾ ശരവർഷമായി പെയ്തുകൊണ്ടിരുന്നപ്പോഴും അവളെ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ ആ പടിയിറങ്ങി. ഞങ്ങളെ വേണ്ടെന്ന് വെച്ചാണ് നീ ഇറങ്ങിപ്പോകുന്നത്. ഇനി ഞാൻ ചത്തെന്ന് പറഞ്ഞാലും തിരിച്ചു വരാൻ പറ്റില്ലെന്ന് ഓർത്തു. അവൾക്ക് അതിലൊന്നും ഒരു കുലുക്കവും ഉണ്ടായില്ല. ഇനിയുള്ള കാലം എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പട്ടിയെപ്പോലെ എന്നെ തല്ലി കെട്ടിയിടുമായിരുന്നു. പണം മാത്രം ഉണ്ടായിട്ടൊരു കാര്യവുമില്ല. എന്നെ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഞാൻ പോവുകയാണ്. അവളും പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. ഇന്നെന്തായാലും വിവാഹം നടത്താൻ പറ്റില്ല. നാളെ അമ്പലത്തിൽ പോയി താലി കെട്ടാമെന്ന് അച്ഛൻ പറഞ്ഞു. അവളെ ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിലാണ് നിർത്തിയത്. കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറ്റിയാൽ മതിയെന്ന് എല്ലാവരും പറഞ്ഞു. നാട്ടിലെത്തിയപ്പോൾ തൊട്ട് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കൂട്ടിവെച്ച പൈസ കൊണ്ട് ഞാനൊരു ചെറിയ താലിമാല വാങ്ങി. ചെറിയൊരു കല്യാണമായതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായി. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു. പ്രധാനപ്പെട്ട ചിലരെ മാത്രം ക്ഷണിച്ചു. രാത്രി ഏറെ വൈകിയെങ്കിലും കയ്യെത്തും ദൂരെ അവളെൻ്റെ കയ്യാൽ താലി അണിയാൻ കാത്തിരിക്കുന്നെന്ന സന്തോഷത്താൽ ഞാനുറങ്ങി. വരുംകാല സുവർണ നിമിഷങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട്. രാത്രി വളരെ വൈകിയാണ് കിടന്നതെങ്കിലും രാവിലെ 4 മണിക്ക് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റു. എന്തോ അന്നത്തെ പ്രഭാതത്തിന് ഒരു പ്രത്യേക ഭംഗിയുള്ളതായി തോന്നി. രാവിലെയുള്ള ആ ചെറിയ തണുപ്പ് എൻ്റെ പ്രണയത്തെ കൂടുതൽ ഉണർത്തി.
തൊട്ടുപുറത്ത് അവൾ എനിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിലും അവളെ കാണണമെന്ന് തോന്നി. പക്ഷെ ഇനിയിപ്പോൾ രാവിലെ അങ്ങോട്ട് പോയി പ്രശ്നമൊന്നും ആവണ്ടെന്ന് കരുതി ഞാൻ എന്നെ സ്വയം ആശ്വസിപ്പിച്ചു. അവൾക്കായി വാങ്ങിയ താലിമാലയെ താലോലിച്ച് നിൽക്കുമ്പോഴാണ് അമ്മ വന്ന് വിളിക്കുന്നത്. വേഗം കുളിച്ച് റെഡിയായി വാ എന്നും പറഞ്ഞ്. അവൾക്ക് വേണ്ടി വാങ്ങിയ മുല്ലപ്പൂവിൻ്റെ മണം എന്നെ തേടിയെത്തിയിരുന്നു. ഞാൻ വേഗം റെഡിയായി. പെട്ടെന്നുള്ള കല്യാണമായതുകൊണ്ട് ആരും അധികമില്ല. തൊട്ടടുത്ത ബന്ധുക്കളും അടുത്ത വീട്ടിലെ ആളുകളും മാത്രം. എനിക്ക് നാട്ടിൽ വലിയ കൂട്ടുകെട്ടൊന്നുമില്ലാത്തതിനാൽ എല്ലാ കാര്യങ്ങളും ഞാനും അച്ഛനും തന്നെ വേണമായിരുന്നു ഓടാൻ. അളിയനെന്തോ തിരക്കുള്ളതിനാൽ വരാൻ സാധിച്ചില്ല. ചേച്ചിയും മോളും തലേ ദിവസം വൈകുന്നേരം തന്നെ എത്തിയിരുന്നു. വീട്ടിലെ കാര്യവും അവളുടെ ആവശ്യങ്ങളും അവർ കണ്ടറിഞ്ഞു ചെയ്തു. അങ്ങനെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ മുഹൂർത്തത്തിന് സമയമായി. ഞാൻ വീട്ടിൽ പോയി എൻ്റെ വെള്ള ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ട് വന്നു. രാധു ഞാൻ വാങ്ങിയ സെറ്റ് സാരി എടുത്ത് തല നിറയെ മുല്ലപ്പൂവും വെച്ച് ചെറിയ രീതിയിൽ മാത്രമുള്ള മേക്കപ്പൊക്കെ ചെയ്ത് എൻ്റെ മുന്നിൽ വന്നു. എനിക്ക് അവളെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നി. കോളേജിൽ വെച്ച് ആദ്യമായി കണ്ട നിമിഷം തൊട്ട് ഇന്ന് വരെയുള്ള നിമിഷങ്ങൾ ഒരു സിനിമയിലേതുപോലെ തെളിഞ്ഞു വന്നു. അതിനിടയിൽ നാദസ്വരം മുഴങ്ങിത്തുടങ്ങി. അവൾക്ക് വേണ്ടി കരുതി വെച്ച് പൂജിച്ച താലിമാല ഞാൻ അവളുടെ കഴുത്തിൽ ചാർത്തി. ആ നിമിഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനിയുള്ള ജീവിതത്തിൽ അവൾ താങ്ങും തണലുമായി എന്നും കൂടെ ഉണ്ടാവണമെന്ന് മനസ്സിലുറപ്പിച്ച് ഞാൻ അവളെയും സീമന്തരേഖ ചോദിപ്പിച്ചു. പിന്നെ ഞങ്ങൾ പരസ്പരം കൈകൾ ചേർത്ത് വലം വെച്ചു. എനിക്ക് അവളെ പിടിച്ചു തരേണ്ടത് അവളുടെ അച്ഛനായിരുന്നല്ലോ. അതിൻ്റെ വിഷമം അവൾക്കുണ്ടായിരുന്നിരിക്കാം. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും പിന്നീട് ഞങ്ങൾ നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. വൈകുന്നേരമായപ്പോൾ എല്ലാവരും പോയി. ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമായി. അമ്മയും ചേച്ചിയും അവളുടെ കൂടെ തന്നെ നിന്ന് സമാധാനിപ്പിച്ചു. പിന്നെ അങ്ങോട്ട് നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ. എൻ്റെ ഓഫീസും അവളുടെ കോളേജും അടുത്തായതിനാൽ ഞാൻ അവിടെ അടുത്തൊരു വാടക വീടെടുത്തു. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അവൾ അവിടെ സന്തുഷ്ടയായിരുന്നു. പണത്തിനേക്കാളേറെ വില സ്നേഹത്തിനാണെന്ന് ആ ദിവസങ്ങൾ കൂടുതൽ എന്നെ പഠിപ്പിച്ചു. അവളുടെ ക്ലാസ് കഴിയാൻ 4-5 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവൾക്കൊരു ജോലി നോക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് രാധവിന് തലക്കറക്കവും ഛർദിയുമെല്ലാം വരുന്നത്. അങ്ങനെ ഞങ്ങൾ മാതാപിതാക്കളാവാറായി എന്ന സന്തോഷവും വന്നെത്തി. അവളുടെ പരീക്ഷ കഴിയുന്നവരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് നിന്നിരുന്നത്. പിന്നീട് അവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി വന്നു. അതൊരു സുഖമുള്ള നോവ് പോലെ എന്നെ വേട്ടയാടി. ഞാൻ കൂടുതൽ നല്ല ജോലിക്ക് ശ്രമിച്ചു. എന്തോ അധിക കാലം കഴിയുന്നതിന് മുമ്പ് അതും സാധ്യമായി. എനിക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളതിനാലാവാം ഞാൻ മാസത്തിലൊരിക്കൽ മാത്രം വീട്ടിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അവളുടെ പ്രസവ സമയത്ത് എനിക്ക് എത്താൻ പറ്റാത്തതിന് മാത്രം അവൾ എന്നോട് പിണങ്ങി. ഞങ്ങൾക്കൊരു കുഞ്ഞുമോൾ ജനിച്ചു. ആതിര എന്നായിരുന്നു ഞങ്ങൾ അവർക്ക് കണ്ടുവച്ച പേര്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉദിച്ച നക്ഷത്രമായി അവൾ തിളങ്ങി നിന്നു. ഭാഗ്യങ്ങൾ കൊണ്ടാണ് അവൾ വന്നത്. അവൾക്കൊരു വയസ്സാകുന്നതിന് മുമ്പ് എനിക്ക് ജോലിക്കയറ്റം കിട്ടി. നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഞാൻ രാധുവിനെയും മോളെയും എൻ്റെ ഓഫീസിനടുത്തൊരു വീടെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. മോളുടെ വളർച്ചയും കളിച്ചിരിയും കാണാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം? രാധുവിൻ്റെ വീട്ടുകാർ ഞങ്ങളെ അംഗീകരിച്ചില്ല എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. എനിക്ക് ബിസിനസ് തുടങ്ങണമെന്നുള്ള സ്വപ്നം ഞാൻ പതിയെ പണിതുയർത്തി തുടങ്ങി. ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരുന്നു തുടക്കം. രാധു ആയിരുന്നു മേൽനോട്ടം. പതിയെ വിജയം കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ ജോലി രാജിവെച്ച് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമായിരുന്നില്ല. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ ബിസിനസ്സിനും വെച്ചടി കയറ്റമായിരുന്നു. എപ്പോഴും ദൈവം എൻ്റെ ഒപ്പം നിന്ന് സന്തോഷങ്ങൾ വാരിക്കോരി തന്നപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല വരാൻ പോകുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച്. എന്നത്തെയും പോലെ ഒരു സാധാരണ ദിവസമായിട്ടാണ് ആ വെള്ളിയാഴ്ചയും കടന്നു വന്നത്. മറന്നു കളയാൻ ശ്രമിച്ചാലും സാധിക്കാത്ത ദിവസം. രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകുന്നതുവരെയും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഞാനും രാധവും മോളും ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഓഫീസിൽ അന്ന് എനിക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. നിന്ന് തിരിയാൻ സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ക്യാബിലിരുന്ന മൊബൈൽ ബെല്ലടിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഒരു 6 മണിയോടെ ഓഫീസിലേക്കൊരു കോൾ വന്നു. ഞാനെടുത്തപ്പോൾ രാധുവാണ്. അവളുടെ ശബ്ദമെല്ലാം വല്ലാതിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശബ്ദത്തിലെ പതർച്ച കാരണം എൻ്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു. രാജീവേട്ട മോള് എന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഫോൺ വെച്ച് വേഗം വീട്ടിലേക്ക് പോയി. മോള് കളിക്കുമ്പോൾ മറ്റോ വീണതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ രാധു മാത്രമേ ഉള്ളൂ. അവൾ പേടിച്ചിരിക്കുകയാണ്. മോള് സ്കൂൾ വിട്ട് ഇതുവരെയും വന്നിട്ടില്ല. കുറേ വാർത്തകളൊക്കെ കാണുന്നത് കൊണ്ട് അവൾ വല്ലാതെ പേടിച്ചു. ഞാൻ സ്കൂളിലെ ടീച്ചർമാരെയും മറ്റും വിളിക്കാൻ നിന്നപ്പോൾ രാധു അതെല്ലാം മുന്നേ ചെയ്തെന്ന് പറഞ്ഞു. അവൾ ക്ലാസ്സിലുണ്ടായിരുന്നുവെന്നും വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ലെന്നും പറഞ്ഞ് അവർ കൈമലർത്തി. സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറെ വിളിച്ചപ്പോൾ അവളേതോ ബന്ധുവിൻ്റെ കൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു അത്രേ. വീട്ടിലറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് അയാൾ പിന്നെയൊന്നും ചോദിക്കാത്തതെന്നും പറഞ്ഞു. ഒരു 10 വയസ്സുള്ള കുഞ്ഞിനോട് കുറച്ചുകൂടിയൊക്കെ ഉത്തരവാദിത്വം കാണിച്ചുകൂടെ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് അയാൾക്ക് മറുപടിയില്ലായിരുന്നു. ഏത് ബന്ധുവിൻ്റെ കൂടെയാണോ അവൾ പോയതെന്ന് ഞങ്ങൾക്കൊരു പിടിയുമില്ലായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ടൗണിൽ.
ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോലീസിൽ പരാതി നൽകി. അവരുടെ സംശയങ്ങളും ഊഹങ്ങളും ഒന്നും യാഥാർത്ഥ്യമാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നും പോന്നു. രാത്രി മുഴുവനും ഞങ്ങൾ ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. മോള് വന്ന് വാതിൽ മുട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ മണിക്കൂറുകളും മിനിറ്റുകളും വേഗത്തിൽ മിന്നിമറിഞ്ഞുകൊണ്ടേയിരുന്നു. ചന്ദ്രൻ്റെ പ്രകാശത്തിന് ശേഷം സൂര്യൻ നേരെ മുകളിലെത്തിയിട്ടും ഞങ്ങളുടെ മോള് മാത്രം വന്നില്ല. പ്രതീക്ഷകളെല്ലാം കൈവിട്ടു തുടങ്ങി. രാധു കരഞ്ഞു തളർന്നു. എന്തൊക്കെയോ പുലമ്പൊന്നുണ്ടിടയ്ക്ക്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാമെന്ന് പറഞ്ഞ പോലീസുകാരുടെ വിളിയൊന്നും വന്നതുമില്ല. 1-2 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വന്നു. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. മോളെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഓടിച്ചെന്ന് എനിക്ക് വേണ്ടി കാത്തു വച്ചിരുന്നത് എൻ്റെ മോളുടെ പുഞ്ചിരിക്ക് പകരം ചേതനയേറ്റ ശരീരമായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത് അവരെന്നെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ്. എൻ്റെ അപ്പോഴത്തെ അവസ്ഥ എനിക്ക് പറയാനറിയില്ല. വിറയാർന്ന ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് രാജീവ് പറയുന്നത് കേട്ട് കൂടെയുള്ളവർക്കും കരച്ചിലടക്കാനായില്ല. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കും ഏങ്ങിക്കരച്ചിലിനും ഒടുവിൽ രാജീവ് വീണ്ടും തുടർന്നു. അവളെ ആരോ പീഡിപ്പിച്ചു അത്രേ. എങ്ങനെയാണ് ഒരു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത്? അവൾക്ക് വേദനിച്ചാലോ എന്ന് വിചാരിച്ച് വഴക്ക് പോലും പറയാതെയാണ് ഞാൻ അവളെ വളർത്തിയത്. രാധു കുഞ്ഞിനെ വഴക്കു പറയുമ്പോൾ ഞാൻ അവളോട് ചൂടാവുമായിരുന്നു. ഒരു ദയയും കൂടാതെ ആ കുഞ്ഞിനെയാണ് ആരൊക്കെയോ ചേർന്ന് പിച്ചി ചീന്തിയിട്ടേക്കുന്നത്. മോളുടെ ശരീരം തിരിച്ചറിയുക എന്നത് വലിയ പാടായിരുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ആ ബോഡിയെ പോലും അവർ ദ്രോഹിച്ചിട്ടുണ്ട്. പ്രായവും ചെറിയ സാമ്യങ്ങളുമെല്ലാം നോക്കിയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞത്. ഓരോന്ന് ഒത്തുനോക്കുമ്പോഴും അത് ശരിയാവരുതെന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ. ദൈവങ്ങളെല്ലാം വെറും കല്ലുകളാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എങ്ങനെ ഇത് രാധുവിനോട് പറയുമെന്ന് എനിക്കൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവളെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി കൊണ്ടുപോയി. അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അവളെ കൊണ്ടുവരുന്നതിന് മുമ്പ് രാധുവിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കരുതി ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ ഉണ്ടായ അവസ്ഥയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവളെ കൊണ്ടുവന്ന് കർമ്മങ്ങളെല്ലാം തീർത്തു. ഞാനും രാധുവും മാത്രമായി ആ വീട്ടിൽ. അവളെ പഴയ പോലെ ഇനി കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും കരച്ചിൽ മാത്രം. എൻ്റെ മോളെ ഉപദ്രവിച്ചത് ആരാണെന്നറിയാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. ബിസിനസ്സും കാര്യങ്ങളുമൊന്നും ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല. എന്തോ ചെറിയ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഒരു ദിവസം പോലീസ് എന്നെ വിളിക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. സ്കൂളിന് മുന്നിൽ ഒരു കടയിലെ ക്യാമറയിലൂടെ മോള് കയറിയ കാറ് കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് പരിചയമൊന്നും തോന്നിയില്ല. അവരാ വണ്ടി വെച്ച് കുറേ അന്വേഷണം നടത്തി. ചുറ്റിലും വേറെ ഉണ്ടായിരുന്ന കടകളിലെ ക്യാമറകളെല്ലാം ദുഷ്ടന്മാർ നേരത്തെ നശിപ്പിച്ചിരുന്നു. ഈ ക്യാമറ എങ്ങനെയോ അവരുടെ കണ്ണിൽപ്പെട്ടില്ല. മോളുടെ കൂട്ടുകാരികളാണ് ആ വണ്ടി തിരിച്ചറിഞ്ഞത്. ഏതോ ഫാൻസി നമ്പർ ആയിരുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി. ആ നമ്പർ വെച്ച് വേഗം തന്നെ വണ്ടിയുടെ ഉടമയെ പിടികിട്ടി. പക്ഷെ ആ വണ്ടിയുടെ ഉടമസ്ഥാവകാശമുള്ള ആളുകളൊക്കെ ഗൾഫിലോ മറ്റോ ആണ്. ആരും തന്നെ നാട്ടിലില്ലായിരുന്നു. അവരുടെ ബന്ധുക്കളിൽ നിന്നും മറ്റും അവർ ഈ അടുത്ത നാട്ടിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അത് വ്യക്തമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിരുന്നു. പിന്നെ അവരുടെ വണ്ടികളൊക്കെ നോക്കുന്ന ഒരാളുടെ നേരെയായി അന്വേഷണം. അയാൾക്കൊന്നും അറിയില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഈ വണ്ടികളെല്ലാം ഇടയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇടയ്ക്ക് ഒരു കൂട്ടർ വന്ന അയാളെ ഭീഷണിപ്പെടുത്തി വണ്ടി വാങ്ങിയത്രേ. പുറത്തു പറഞ്ഞാൽ അവർ ഈ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടിയും മറ്റും അയാളുടെ മുതലാളിയോട് വിളിച്ചു പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അയാൾ ഇതെല്ലാം മുതലാളി അറിയാതെയാണ് ചെയ്തത്. എന്നാൽ വന്നവരാരാണെന്ന് അയാൾക്ക് അറിയില്ലെന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വണ്ടി തിരികെ കൊണ്ടുവരികയും ചെയ്തതിനാൽ അയാൾ അതൊന്നും വലിയ കാര്യമാക്കിയെടുത്തില്ല. പക്ഷേ വൃത്തിയാക്കുമ്പോൾ കാറിൻ്റെ സീറ്റിൻ്റെ ഇടയിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടിയത് അയാൾ എടുത്തു വച്ചിരുന്നു. അതിലുണ്ടായിരുന്ന നമ്പർ എടുത്ത് പോലീസ് വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. പേരും അഡ്രസ്സും എല്ലാം വെച്ച് ഏകദേശം അവരാളെ പൊക്കി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവർ ഇടിച്ച് ആകെ വശം കെടുത്തിയിട്ടിരിക്കുന്നത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ സുമേഷിനെയാണ്. അവനെ കണ്ടതും ഞാൻ ഓടിച്ചെന്ന് കഴുത്തിന് പിടിച്ചു ചോദിച്ചു, നീയാണോടെ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചത്? അവനൊന്നും പറഞ്ഞില്ല. പോലീസുകാർ വന്നെന്നെ പിടിച്ചു മാറ്റി. അവർ വീണ്ടും അവനെ ഇടിച്ചു. കുറേ നേരം ഇത് തുടർന്നപ്പോൾ അവനെല്ലാം പറയാമെന്ന് സമ്മതിച്ചു. അവൻ എൻ്റെ മോളെ നോട്ടമിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതിനുവേണ്ടി ഞങ്ങളുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷിച്ചറിഞ്ഞു വച്ചിരുന്നു. രാധുവിൻ്റെ വീട്ടിൽ ആരെയും മോൾക്കറിയില്ലെന്ന് അവനറിയാമായിരുന്നു അത്രേ. സംഭവം നടന്ന ദിവസം അവനൊരു പെണ്ണിനെ മോളുടെ അടുത്തേക്ക് വിട്ടു. അവൾ അമ്മയുടെ അമ്മാവൻ്റെ മകളാണെന്നും എല്ലാവരും പിണക്കമെല്ലാം മാറിയപ്പോൾ രാധുവിൻ്റെ വീട്ടിലാണെന്നും മോളെ വേഗം കൊണ്ടുവരാൻ അമ്മയും അച്ഛനുമാണ് പറഞ്ഞു വിട്ടതെന്നും വിശ്വസിപ്പിച്ചു. ഒരു സ്ത്രീ വന്നതുകൊണ്ടാവാം ആരും അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവരുടെ കൂടെ പോവാൻ മോള് വേഗം തന്നെ സമ്മതിച്ചു അത്രേ. കിരൺ ചന്ദ്രശേഖർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അയാൾക്ക് ഇതുപോലെ കൊച്ചുകുട്ടികളോട് ആസക്തി. എവിടെയെങ്കിലും വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നോട് പറയും. ഞാൻ വിവരങ്ങളെല്ലാം അന്വേഷിച്ച് എങ്ങനെയെങ്കിലും അവരെ അയാളുടെ അടുത്തെത്തിക്കും. അവനിതെല്ലാം പറഞ്ഞതും പോലീസുകാർ അവനെ വീണ്ടും തല്ലാൻ തുടങ്ങി. എന്നോട് പൊക്കോളാനും പറഞ്ഞു.
ഞാൻ വിചാരിച്ചത് ആളെ പിടികിട്ടിയപ്പോൾ എന്നെ വീട്ടിലേക്ക് വിട്ടതാണെന്നാണ്. കിരണിനെ ഉടനെ അറസ്റ്റ് ചെയ്യുമെന്ന് കരുതി ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് TV വെച്ച് നോക്കിയപ്പോൾ സുമേഷാണ് വാർത്തകളിൽ നിറയെ. അവനാണ് എൻ്റെ മോളെ കൊന്നതെന്ന് സമ്മതിച്ചെന്നും പറഞ്ഞു. കിരൺ ചന്ദ്രശേഖരൻ്റെ പേരൊന്നും എവിടെയുമില്ല. പോലീസുകാർ എന്നെ പെട്ടെന്ന് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ SIയെ വിളിച്ചെങ്കിലും അവർ വാർത്തയ്ക്ക് വളച്ചൊടിച്ചു. അത്രയും നാളിൻ്റെ വിഷമങ്ങൾ കേട്ട് കൂടെ നിന്നവരൊക്കെ കിരണിൻ്റെ ആളുകൾ പണം കൊടുത്തു വാങ്ങി. അവൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സംസ്ഥാനത്തെ മന്ത്രിയുടെ മകൻ. എൻ്റെ മോൾക്ക് കിട്ടേണ്ടിയിരുന്ന സംരക്ഷണം കിരണിനാണ് കിട്ടുന്നത്. അധികാരത്തിൻ്റെ ശക്തി. എനിക്കാകെ ദേഷ്യം വന്നു. ഒരു മൂലയിലിരുന്ന് മോളുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയുന്ന രാധുവിനെ കണ്ടപ്പോൾ ആകെ തളർന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ രാത്രി കഴിച്ചുകൂട്ടി. രാധുവിനോടും ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് അവരെയെല്ലാം കൊല്ലണമെന്ന്. ഞാൻ അതത്ര കാര്യമാക്കി എടുത്തില്ല. അവളിങ്ങനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ആ ഒരു ദുരന്തത്തിൽ നിന്നും മെല്ലെ കര കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം TV വെച്ചപ്പോഴാണ് എൻ്റെ മോളെ ഉപദ്രവിച്ച കിരണിൻ്റെ വിവാഹം ഉറപ്പിച്ചെന്നുള്ള വാർത്ത കണ്ടത്. ഒരുപാട് കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും കണ്ണീര് വീഴ്ത്തി അവൻ സുഖിച്ച് ജീവിക്കാൻ പോകുന്നുവെന്നത് എനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയെയും അവളിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്തപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഒരുത്തൻ ജീവിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. അവനെ ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചു. അതിന് വ്യക്തമായൊരു പ്ലാൻ വേണമായിരുന്നു. എനിക്ക് കൂട്ടിന് വേറെ ആരുമില്ലല്ലോ. രാധവിനെ ഒന്നിലേക്കും വലിച്ചയക്കേണ്ടെന്നായിരുന്നു എനിക്ക്. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചു. അവനെ 1-2 ആഴ്ച പിന്തുടർന്നതിൽ നിന്നും ഞായറാഴ്ചകളിൽ രാത്രി അവൻ അവരുടെ ഗസ്റ്റ് ഹൗസിൽ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറെന്ന് അറിഞ്ഞു. ഇനിയിപ്പോൾ ഒറ്റയ്ക്കല്ലെങ്കിലും എങ്ങനെയും അവനെ തീർക്കാൻ ഞാൻ ഉറപ്പിച്ചിരുന്നു. അത്രയ്ക്കുണ്ടായിരുന്നു പക. ക്ലബിലെ മദ്യപാനവും കസർത്തുമെല്ലാം കഴിഞ്ഞ് അവൻ കാറെടുത്ത് പോകുന്നത് നോക്കി ഞാൻ ക്ലബിൻ്റെ മുമ്പിൽ കാത്തു നിന്നു. അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് കാറിലെന്ന് ഞാൻ ഉറപ്പുവരുത്തി. അവിടെ നിന്നും ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട് അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക്. ഞായറാഴ്ച അവൻ്റെ അച്ഛൻ വീട്ടിലുണ്ടാകും. അതുകൊണ്ടാണ് അവൻ അങ്ങോട്ട് പോകാത്തത്. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം അവനും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടാകുക. ഞായറാഴ്ച തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചത് അതുകൊണ്ടാണ്. അവനറിയാതെ ഞാൻ ഫോളോ ചെയ്ത് വീട്ടിലെത്തി. കാറിൽ നിന്നിറങ്ങി ഡോർ അടയ്ക്കുമ്പോഴേക്കും എൻ്റെ വണ്ടി അവൻ കണ്ടിരുന്നു. ആരടാ എന്ന് ചോദിച്ച് ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ കയ്യിൽ കരുതിയ വടിവാൾ മറച്ചു പിടിച്ച് മുന്നോട്ട് വന്നു. താനാരാ? എന്താ ഈ നേരത്തെവിടെ? ഓഫീസുകാരും വല്ലതുമാണേൽ രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞവൻ തിരിഞ്ഞു പോകാൻ നിന്നപ്പോൾ ഞാൻ കയ്യിൽ കരുതിയിരുന്ന വാളെടുത്ത് ആദ്യത്തെ വെട്ടുവെട്ടി. അവൻ വേദന കൊണ്ട് പൊളയുന്നത് കണ്ട് ഞാൻ ആഹ്ലാദിച്ചു. ഓരോ തവണ അവൻ കൂടുതൽ ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ ഞാൻ അതേ വേഗതയിൽ വീണ്ടും വീണ്ടും വെട്ടി. ഒടുവിൽ മുഴുവൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നവൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞാൻ തിരിച്ചു പോകാനൊരുങ്ങി. തെളിവുകൾ നശിപ്പിക്കാനൊന്നും ഞാൻ മുതിർന്നില്ല. ഈ അന്വേഷണം എന്നിലേക്ക് തിരിയാൻ 2 ദിവസമെങ്കിലും എടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവിടെ ക്യാമറ ഉണ്ടായെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരാളെ കൂടി കൊല്ലണമായിരുന്നു. എൻ്റെ രാധു തനിച്ചാവുമെന്ന് മാത്രമായിരുന്നു ഒരേ ഒരു ദുഃഖം. അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിരുന്നു ഞാൻ. ചേച്ചിയുടെ മോളപ്പോൾ ഡോക്ടറാവാൻ പഠിക്കുകയായിരുന്നു. മനോരോഗ ചികിത്സയുടെ. അവളെനിക്ക് വാക്ക് തന്നിരുന്നു എങ്ങനെയും രാധുവിനെ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന്. എൻ്റെ കൂടെ നിന്ന് അവസാനം പറ്റിച്ച SIയെ കൂടെ എങ്ങനെയും കൊല്ലണമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഇനിയും അയാൾ കാരണം ഒരു പെൺകുഞ്ഞിനും നീതി നിഷേധിക്കപ്പെടരുതെന്ന് എനിക്ക് വാശിയായിരുന്നു. SI ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൂടെ പോയി. ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞ് കുറേ എതിർത്തെങ്കിലും ഞാൻ കുറേ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞപ്പോൾ എന്നെ വിശ്വസിച്ചു. ഞങ്ങൾ ഒരുമിച്ചിറങ്ങി. ഞാൻ എൻ്റെ വണ്ടിയിലും അയാൾ ജീപ്പിലും. അയാൾ വീട്ടിൽ തനിച്ചാണ് താമസം. ഭാര്യയ്ക്ക് അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അതെല്ലാം ഞാൻ മുന്നേ അറിഞ്ഞു വച്ചിരുന്നു. അയാളെയും ഇഞ്ചിഞ്ചായി കൊല്ലണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ആളുകളുള്ള സ്ഥലത്താണെങ്കിൽ എന്നെ തടയാനും അയാളെ രക്ഷിക്കാനും പലരും ഉണ്ടാവും. വീട്ടിലെത്തിയപ്പോൾ ഞാൻ അയാളോടൊപ്പം വീടിൻ്റെ അകത്തേക്ക് നടന്നു. ഞങ്ങൾ സോഫയിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പ്രഷർ കാരണമാണ് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് അയാൾ പറഞ്ഞു. ആരും അവനെ കൊന്നത് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. വാർത്തയിൽ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞു. എന്തായിരിക്കും അയാൾ എന്നെ സംശയിക്കാത്തതെന്ന് എനിക്കൊരു പിടിയുമില്ല. ചിലപ്പോൾ എനിക്കിതൊന്നും കഴിയില്ലെന്ന് കരുതിയിട്ടുണ്ടാകും. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ അയാൾ അലമാരയുടെ അടുത്തേക്ക് പോയതും ബാഗിൽ നിന്ന് കയ്യിലെടുത്ത വാള് മറച്ചു പിടിച്ചുകൊണ്ട് ഞാൻ പിന്നാലെ പോയി. ഞാൻ പുറകെ ചെന്നത് അയാൾ കണ്ടിരുന്നില്ല. നടക്കുന്നതിൻ്റെ ശബ്ദം കേട്ട അയാൾ തിരിഞ്ഞു നോക്കിയതും ഞാൻ അയാളെ വെട്ടിയതും ഒരുമിച്ചായിരുന്നു. എന്നോട് ക്ഷമിക്കണമെന്നും വെറുതെ വിടണമെന്നും പറഞ്ഞ് ഉറക്കെ കരയുമ്പോൾ ഞാൻ അയാളെ കൂടുതൽ ശക്തമായി വെട്ടി. അയാളുടെ ശബ്ദം നിലയ്ക്കുന്നത് വരെ അത് ഞാൻ തുടർന്നു. എൻ്റെ കുഞ്ഞ് അനുഭവിച്ചതിന് ഇതൊന്നും പരിഹാരമാവില്ലെങ്കിലും എൻ്റെ മനസാക്ഷിക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? എനിക്ക് വേണ്ടി വക്കീലൊന്നും ഹാജരാകണ്ട, എല്ലാം ഞാൻ സമ്മതിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ എത്തി. ഇവിടുത്തെ നിയമത്തിനും നീതിക്കുമൊന്നും എനിക്കൊരു വിശ്വാസവുമില്ല. ഇത്രയും കാര്യം എനിക്ക് പറയാനുള്ളൂ ഗംഗേട്ട.
ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയത് ചെയ്തു. എൻ്റെ മോൾ അനുഭവിച്ച വേദനയുടെ പകുതിയെങ്കിലും അവർ അറിയണമല്ലോ. നീ ചെയ്തതാണ് ശരി രാജീവേ. കണ്ണുനീർ തുടച്ച് രാജീവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബൈജുവും ഗംഗാധരനും പറഞ്ഞു. ഇനിയുള്ള ദിവസത്തിലെന്നെങ്കിലും അവസാനമായി എൻ്റെ രാധവിനെ കാണണമെന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സമാധാനമായി മരിക്കാം. എൻ്റെ മോളുടെ അടുത്തേക്ക് പോവാം. 2 ആഴ്ചയ്ക്ക് ശേഷം രാജീവ് കറുത്ത മുഖം മൂടി അണിഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. രാജീവിനെ പോലെയും രാധികയെ പോലെയുമുള്ള ഒരുപാട് അച്ഛനമ്മമാർ ഇന്നും നമുക്കിടയിൽ കാണും. അവർക്കെല്ലാം നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്ത് പറയാം ഈ നശിച്ച നിയമം വെച്ച്. എന്തായാലും കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലവ് യു ഓൾ. ബൈ.